ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم فقد قال الله تعالى في القرآن العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآية لقوم يتفكرون صدق الله العظيم روى البخاري ومسلم عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم تنكح المرأة لأربع لمالها ولحسبها ولجمالها ولدينها فاظفر بذات الدين تربت يداك وقال النبي صلى الله عليه وسلم الدنيا كلها متاع وخير متاعها المرأة الصالحة عليك بتقوى الله إن كنت عاقلا يهيأ لك الأرزاق من حيث لا تدري ولو أن هذا الرزق يأتي بقوتي لما أكل العصفور شيئا مع النسر محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صل وسلم دعا إلى الله فالمستمسكون به مستمسكون بحبل غير منفسم مولاي صل وسلم അഭിവന്യനായ ശൂരനാട് മുസ്ലിം ജമാഅത്തിന്റെ സമാദരണീയനായ ഇമാം
അൽഹാജ് പൊലിപ്പാറ റഹ്മത്തുള്ള മൗലവി അവറുകളെ, ജമാഅത്തിന്റെ സമാദരണീയനായ പ്രസിഡന്റ് അഷ്റഫ് സാഹിബ്, പ്രിയപ്പെട്ട ജമാഅത്തിന്റെ സെക്രട്ടറി ഫസലുദ്ദീൻ, ചെയർമാൻ ഷാജഹാൻ സാഹിബ്, പോരുവഴി മുസ്ലിം ജമാഅത്തിന്റെ സമാദരണീയനായ ഇമാം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ നാസർ മൗലവി അൽ കൗസരി, ജമാഅത്തിന്റെ മറ്റു ഭാരവാഹികളെ, കാരണവന്മാരെ, യുവ സുഹൃത്തുക്കളെ, ഉമ്മ പെങ്ങന്മാരെ, കുഞ്ഞനുജന്മാരെ, കഴിഞ്ഞു പോയ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും പാപങ്ങളും പാളിച്ചകളും കാരുണികനായ റബ്ബ് അവന്റെ മൗഫിറത്ത് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെയും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വഴിപ്പെട്ട് അനുസരിച്ച് ജീവിച്ചു മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി ഓർമ്മയില്ല, എന്നാലും ഒരു 10 വർഷമായി കാണും, 10 വയസ്സ് കുറവായിരുന്നു അന്ന് ഈ ജമാഅത്തിൽ വന്ന്. അന്നും ഇമാം നമ്മുടെ റഹ്മത്തുള്ള ഉസ്താദ് തന്നെയാണ്. 10 കൊല്ലം മുമ്പാണ്. അന്ന് അല്പം കൂടി ഗ്ലാമർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉസ്താദ് പറയുന്നു എനിക്കും പണ്ട് ഗ്ലാമർ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് നല്ലൊരു ഓഡിയൻസ് എനിക്ക് കിട്ടിയിരുന്നു. ഇന്ന് വളരെ ശുഷ്കമായ ഒരു സദസ്സാണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഫില്ലാവും അല്ലേ? ഇൻഷാ അല്ലാഹ്. ഈ മജ്ലിസിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാം. ഇപ്പോ എല്ലാ മതപ്രസംഗ വേദികളിലും നല്ല ജനബാഹുല്യമുണ്ട്, പഴയതുപോലെയല്ല. പക്ഷെ ഇവിടെ ഞാൻ യുവാക്കളുടെ സാന്നിധ്യം വളരെ കുറച്ചേ കാണുന്നുള്ളൂ. കാരണവന്മാരും മധ്യവയസ്കരുമാണ് കൂടുതൽ. യുവാക്കളെല്ലാം വിദേശത്തായിരിക്കും അല്ലേ? വീണ്ടും ശൂരനാട്ടേക്ക് ക്ഷണിച്ചപ്പോ വലിയ സന്തോഷം എനിക്ക് അനുഭവപ്പെട്ടു. ഇമാം ഉസ്താദ് തന്നെയാണെന്ന് അറിഞ്ഞപ്പോ അതിലും വലിയ സന്തോഷമായി. പക്ഷെ ഇന്ന് വന്ന ഉടനെ ഉസ്താദ് അത്ര മൈൻഡ് ചെയ്തില്ല എന്നെ. കാരണം താടിയൊക്കെ നരച്ചു, ഒരു വയസ്സനായെന്ന ഉസ്താദ് പറഞ്ഞു. അള്ളാഹു പടച്ചവൻ ദീർഘായുസ്സും ഇബാദത്ത് ചെയ്യാൻ തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കുന്ന വിഷയം കുടുംബജീവിതം. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നല്ലൊരു സബ്ജക്റ്റാണ് ഇന്ന് പ്രതിപാദിക്കപ്പെടുന്നത്, കുടുംബജീവിതം ഇസ്ലാം. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പദാർത്ഥങ്ങളെയും പടച്ചിരിക്കുന്നത് ജോഡികളായിട്ടാണ്, ഇണകളായിട്ടാണ്. പരസ്പരം പൂരിതമായ നിലയിൽ, ഒന്നിനൊന്ന് ഇണയായ നിലയിലാണ് അള്ളാഹു പ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുന്നത്. ഖുർആനിൽ കാണാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം, وَمِن كُلِّ شَيْءٍ خَلَقْنَا زَوْجَيْنِ, മുഴുവൻ വസ്തുക്കളും ഖലഖ്നാ സൗജൈൻ, നാം ഇണകളായിട്ടാണ് പടച്ചിരിക്കുന്നത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, സൂറത്തുൻ നബയിൽ പറഞ്ഞു, വഖലഖ്നാകും അസ്വാജാ, നാം നിങ്ങളെ പടച്ചത് ഇണകളായിട്ടല്ലയോ? നിങ്ങളെ നാം ഇണകളായിട്ടാണ് പടച്ചത്. 7-ാം നൂറ്റാണ്ടിൽ എഴുത്തും വായനയും അറിയാത്ത ഉമ്മിയായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ഓതിക്കൊടുത്തു. യാസീൻ അധ്യായത്തിലെ പരിശുദ്ധ ആയത്ത്, ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ സുബ്ഹാന എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത്ഭുതകരമായ ഒരു വൃത്താന്തം പറയുന്നതിനു മുമ്പ് അല്ലാഹു സുബ്ഹാന ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, നിശീഥിനിയിൽ തന്റെ ദാസനെ രാത്രി നടത്തിയവൻ എത്രയോ പരിശുദ്ധൻ. അസ്റാ ബിഅബ്ദിഹി ലൈലൻ. ഇസ്രാഉം മിഅ്റാജും ഒരു അത്ഭുതകരമായ സംഭവമാണ്. അവിടെ അല്ലാഹു സുബ്ഹാന എന്ന പദമാണ് അല്ലാഹു ഉപയോഗിച്ചത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ, ഒരല്ലാഹുവിന്റെ അസ്തിത്വം ഞാൻ വാഴ്ത്തുന്നു, പരിശുദ്ധനാക്കുന്നു. ഖലഖൽ അസ്വാജ കുല്ലഹാ, അവൻ സമസ്ത വസ്തുക്കളെയും എണകളായിട്ടാണ് സൃഷ്ടിച്ചത്. മിമ്മാ തുംബിതുൽ അർളു, ഭൂമി ഉൽപാദിപ്പിക്കുന്നതും, വമിൻ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളിൽ നിന്നും, വമിമ്മാ ലാ യഅലമൂൻ, അവരറിയാത്ത അനേകം വസ്തുക്കളെയും. അടുത്ത കാലം വരെ മനുഷ്യൻ ധരിച്ചിരുന്നത് മനുഷ്യരും ജീവികളും മാത്രമേ ഇണകളുള്ളൂ എന്നായിരുന്നു. അള്ളാഹു പറഞ്ഞു, മനുഷ്യര് മാത്രമല്ല, ജന്തു മൃഗാദികളും മാത്രമല്ല, സസ്യലതാദികളും അതുപോലെ പദാർത്ഥങ്ങൾ വരെ മനുഷ്യൻ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താത്ത അനേകം വസ്തുക്കളും വമിമ്മാ ലാ യഅലമൂൻ, അവരറിയാത്ത വസ്തുക്കളെയും അള്ളാഹു ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. ഒരു കണികയ്ക്ക് എതിർ കണികയുണ്ട് പ്രപഞ്ചത്തിൽ. നോക്കൂ, നാം കുടിക്കുന്ന പച്ചവെള്ളം H2O, ഹൈഡ്രജന്റെ 2 ഘടകവും ഓക്സിജനും കൂടിച്ചേരുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത്. സാധാരണ തീ കെടുത്താൻ നമ്മൾ പച്ചവെള്ളം ഉപയോഗിക്കും, അല്ലേ? തീ കെടുത്താനാണ് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളമുണ്ടായത് ഒന്ന് തീ പിടിക്കുന്നതും മറ്റൊന്ന് തീ പിടിപ്പിക്കുന്നതുമായ 2 പദാർത്ഥങ്ങൾ ചേർന്നു. അങ്ങനെയാണ് വെള്ളം ഉണ്ടാകുന്നത്. H2O നമ്മളൊക്കെ +2 സ്കൂളിൽ പഠിച്ചു. വെള്ളം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ടാണ്, ഹൈഡ്രജനും ഓക്സിജനും. നോക്കൂ, വിദ്യുച്ഛക്തി ഇത് പ്രവർത്തിക്കുന്നത്, എന്റെ ശബ്ദം നിങ്ങൾക്ക് വലുതാക്കി തരുന്നത് കരണ്ടാണ്, വിദ്യുച്ഛക്തിയാണ്. ഇതൊക്കെ അള്ളാഹു പറഞ്ഞതിൽപ്പെട്ടതാണ്. വമിമ്മാ ലാ യഅലമൂൻ, മനുഷ്യരാശി ആദ്യം കണ്ടെത്തിയിരുന്നില്ല, പിന്നീട് നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അവരറിയാത്ത അനേകം വസ്തുക്കളും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചതെന്ന് അള്ളാഹു പറഞ്ഞു. അടുത്ത കാലത്താണ് ഇത് കണ്ടെത്തിയത്. വൈദ്യുതി നോക്കൂ, ഒരു വയറല്ല ഈ കാണുന്നത്, ഇതിനകത്ത് കൂടി 2 വയറുകൾ സഞ്ചരിക്കുന്നു. ഇതൊക്കെയാ പോകുന്നത്, നെഗറ്റീവും പോസിറ്റീവും. ഇർണ ചാർജും താപ ചാർജും, അല്ലേ? അപ്പൊ ഇതുണ്ടെങ്കിലേ ഉള്ളൂ ഇത് കറണ്ട് പ്രവർത്തിക്കുകയുള്ളൂ. നോക്കൂ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ, സൗത്ത് പോൾ, നോർത്ത് പോൾ, അല്ലേ? മാഗ്നറ്റിക്, അതിന് വരെ അള്ളാഹു തആല ഇണകളായിട്ടാണ്, ജോഡികളായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ടാണ്. അള്ളാഹു പറഞ്ഞു, വഖലഖനാകും അസ്വാജാ, നാം നിങ്ങളെ പടച്ചതും ഇണകളായിട്ടാണ്. മനുഷ്യനും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്
ഇണകളായിട്ടാണ് ആണ് പെണ്ണ്. രണ്ട് വർഗങ്ങളാണെങ്കിലും സ്രോതസ് ഒന്നാണ്. മുത്തുനബി പറഞ്ഞതായി കാണാം ഒരു ഹദീസിൽ, അൻ-നിസാഉ ശഖാഇഖുർ റിജാൽ, പെണ്ണുങ്ങൾ, സ്ത്രീകൾ പുരുഷന്മാരുടെ അർദ്ധഭാഗമാണ്, പിളർപ്പാണ്. സമൂഹത്തിന്റെ നേരെ പകുതിയാണ് പെണ്ണുങ്ങൾ. സമൂഹത്തിന് പുറത്തല്ല പെണ്ണ്, സമൂഹത്തിന്റെ ഭാഗമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇണകളായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യവർഗം എന്തിനാണ് അള്ളാഹു ഇണകളായി സൃഷ്ടിച്ചത്? ഖുർആനിൽ കാണാം, വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിൽ കാണാം, وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُمْ مِنْ أَنْفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَمِنْ آيَاتِهِ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അവന്റെ ആസ്തിക്യം, അവന്റെ വഹ്ദാനിയത്ത്, ഏകത്വം, അതിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കവൻ പടച്ചു തന്നു. അസ്വാജാ, ഇണകളെ സൃഷ്ടിച്ചു തന്നു. മനുഷ്യർക്ക് അള്ളാഹു ഇണയായിട്ട് മനുഷ്യനെ തന്നെ പടച്ചു. മനുഷ്യർക്ക് ഇണയായി അള്ളാഹു ജിന്നിനെയോ അള്ളാഹു മലക്കിനെയോ പടച്ചില്ല, അള്ളാഹു ജന്തുവിനെയോ പടച്ചില്ല. നമ്മുടെ വൈഫ് ഒരു കാളയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ഭാര്യ ഒരു പോത്താണെങ്കിൽ, ചിലപ്പോ നമ്മൾ പോത്തേന്നൊക്കെ വിളിക്കാറുണ്ടെങ്കിലും പോത്തായിട്ട് വിളിക്കുന്നതല്ലല്ലോ. എന്താ ചിരിക്കുന്നത്? അപ്പൊ ചിലരൊക്കെ വിളിക്കാറുണ്ട് എന്ന് മനസ്സിലായി അല്ലേ? നമ്മുടെ വൈഫ് ഒരു ഹൈവാനല്ല, നമ്മുടെ വൈഫ് ഒരു ജിന്നല്ല, നമ്മുടെ വൈഫ് ഒരു മാലാഖയുമല്ല. നമ്മുടെ വൈഫ് ആരാണ്? നമ്മളെ പോലെ തൊട്ടാൽ വിചാര വികാരങ്ങളുള്ള, പ്രകൃതി അണിയിച്ചൊരുക്കിയ അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ ഒരു കലാരൂപമാണ് പെണ്ണ് അല്ലെ? പെണ്ണിനെ പറ്റി പറയുമ്പോ പ്രാസംഗികർ വാചാലരാവും, കവികൾ, കഥാകാരന്മാർ എഴുതിയാലും തീരാത്ത, പാടിയാലും തീരാത്ത ഒരു അത്ഭുത, അള്ളാഹുവിന്റെ അത്ഭുത കലാഭംഗിയാണ്, രൂപമാണവൾ അല്ലെ? അള്ളാഹു ഈ പെണ്ണിനെ പടച്ചത് ഒരേ ഒരു ആത്മാവിൽ നിന്നാണ്, ശരീരത്തിൽ നിന്നാണ്. നോക്കൂ, ഖുർആനിൽ ഒരു സൂറയുണ്ട്, അധ്യായമുണ്ട്. ആ സൂറത്തിന്റെ പേര് സ്ത്രീകൾ എന്നാണ്, സൂറത്തുൻ നിസാ. എന്നാ ഖുർആനിൽ സൂറത്തുർ റിജാൽ, ആണുങ്ങൾ എന്നൊരു അധ്യായം ഉണ്ടോ? 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 അപ്പൊ അള്ളാഹുവിന് പെണ്ണുങ്ങളോട് വിരോധമില്ല, അള്ളാഹു പെണ്ണുങ്ങളെ പരിഗണിച്ചു എന്നല്ലേ ഇതിന് മനസ്സിലാകും. പണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ നബിയുടെ അടുക്കൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഖുർആനില് എല്ലാ ആണുങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹു സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്തുകൾ ഇറക്കുന്നത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത്, ഈ ആയത്ത് ഇറക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൻ നിസാ തുടങ്ങുന്നത് തന്നെ അള്ളാഹു ഈ കുടുംബത്തെ, മനുഷ്യ കുടുംബത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അവൻ നിങ്ങളെ ഒരേ ശരീരത്തിൽ നിന്നും സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹാ, ആ ശരീരത്തിൽ നിന്നും അതിന്റെ ഇണയെ അല്ലാഹു സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആ രണ്ടു പേരിൽ നിന്നും അല്ലാഹു ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും ഭൂമുഖത്ത് അല്ലാഹു പരത്തി വ്യാപിപ്പിച്ചു. അല്ലാഹു കളിമണ്ണ് കൊണ്ട് അബൂന അബുൽ ബഷർ ഹളറത്ത് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു നേരിട്ടാണ് സൃഷ്ടിച്ചത്.
അത് ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്. എവിടെയാണ്? സൂറത്തു സ്വാദ്. അള്ളാഹു ഇബ്ലീസിനെ വിളിച്ചുകൊണ്ട്, ഇബ്ലീസിന്റെ ആദ്യത്തെ പേര് അസാസീൽ എന്നായിരുന്നു. റളിയല്ലാഹു പറഞ്ഞ, ഞാൻ ഓർത്ത് പടച്ചോനെ വാല് കേട്ട് കേട്ട് ഈ കോലത്തിലാണ്. അസാസീൽ എന്നായിരുന്നു ഇബ്ലീസിന്റെ ആദ്യത്തെ പേര്. എങ്ങനെയായിരുന്നു? അസാസീൽ. അയാൾ ഭൂമി മുഴുവനും ഇബാദത്ത് ചെയ്തപ്പോ അള്ളാഹു തആല അദ്ദേഹത്തിന് ഒരു ബഹുമാനം കൊടുത്തു. കേറിക്കോ ഒന്നാം ആകാശത്തിലേക്കെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സപ്തവാനങ്ങളും കീഴടക്കി അള്ളാഹുവിന്റെ മലക്കുകളോടൊപ്പം വാനലോകത്ത് ഇബാദത്ത് ചെയ്യുകയാണ്. അപ്പോഴാണ് അള്ളാഹു തആല ഒരു തീരുമാനം എടുക്കുന്നു. എന്താ തീരുമാനം? സൂറത്തുൽ ബഖറയിൽ കാണാം. നമുക്കതൊക്കെ പറയുമ്പോ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അല്ലേ? അള്ളാഹു മലക്കുകളോട് പറയുകയാണ്, ഞാൻ ഭൂമിയിൽ എന്റെ ഖലീഫയെ, എന്റെ പ്രതിനിധിയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു. അതൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു തആല ഈ ചരിത്രം പറയുമ്പോൾ പറയുന്നുണ്ട്, മനുഷ്യനെ കളിമണ്ണ് കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു, മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അപ്പോ അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, യാ ഇബ്ലീസ്, ഓ ഇബ്ലീസേ, മാ മനഅക അൻ തസ്ജുദ, നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല? എന്റെ കൽപ്പനയ്ക്ക് എന്തുകൊണ്ട് നീ എതിര് പ്രവർത്തിച്ചു? മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദയ്യ. അല്ലാഹു പറഞ്ഞു, എന്റെ രണ്ട് കൈ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ആദമിന് നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു? അള്ളാഹുവിന്റെ അപാരമായ കുതിരത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, അള്ളാഹു തആല മറ്റു വസ്തുക്കളെ കുൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൃഷ്ടിച്ചതെങ്കിൽ ആദമിനെ നേരിട്ടാണ് സൃഷ്ടിച്ചത്. അള്ളാഹുവിന്റെ പ്രത്യേക ഇടപെടൽ. മനുഷ്യൻ എത്ര ആദരണീയ സൃഷ്ടിയാണല്ലേ. നോക്കൂ, എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, വനഫഖ്തു ഫീഹി മിർ റൂഹി, എന്റെ റൂഹിൽ നിന്ന് നാം മനുഷ്യനിലേക്ക് ഊതുകയും ചെയ്തു. രണ്ടാമത്തെ പ്രത്യേകത. ഒന്ന് അള്ളാഹു നേരിട്ട് പടച്ചു, മറ്റൊന്ന് അള്ളാഹു നേരിട്ട് റൂഹിനെ ഊതി ആദമിലേക്ക് അലൈഹിസ്സലാം. ആദം നബിയിൽ ആത്മാവ് റൂഹ് കടന്നപ്പോ നോക്കൂ, കളിമണ്ണ് കൊണ്ട് 40 ദിവസം രൂപം, ബോഡി പിക്ചർ ഉണ്ടാക്കി. എന്നിട്ട് അള്ളാഹു അതിൽ റൂഹ് ഊതിയപ്പോ ആദമിൽ ആദ്യമുണ്ടായ ചലനം എന്തായിരുന്നു അറിയുമോ? ആദം നബി അലൈഹിസ്സലാം തുമ്മി. വാപ്പ ആദ്യം തുമ്മി, ജീവൻ വെക്കുകയാണ്. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു ആദമിനോട്, ആദമേ ഖുൽ അൽഹംദുലില്ലാഹ്. നമ്മുടെ വാപ്പ ആദ്യം പറഞ്ഞത് ഏത് വാക്കാണ്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മക്കളായ നമ്മളും എപ്പോഴും പറയണം, ഏത് നിഅമത്ത് വന്നാലും അൽഹംദുലില്ലാഹ് പറയണ്ടേ? അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു, അതിൽ റൂഹ് ഊതി. അപ്പൊ സുഹൃത്തുക്കളെ, ഷമ്മാസ് മൗലവിയുടെ ദേഹത്തുള്ള റൂഹും നമ്മുടെ എല്ലാം ദേഹത്തുള്ള റൂഹ് ആരുടെ ചൈതന്യമാണ്? അല്ലാഹുവിന്റെ ചൈതന്യമാണ്. ഈ ചൈതന്യത്തെ പരിപോഷിപ്പിച്ചാൽ ഇബാദത്തുകളിലൂടെ, അമലുകളിലൂടെ, വ്യക്തമായ പരിശ്രമങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹു നമുക്ക് ആദരണീയത തരും, നമുക്ക് അള്ളാഹു കറാമത്ത് തരും. അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. ആദം നബിക്ക് അള്ളാഹു ഒരു അനസ്തേഷ്യ കൊടുത്തു. എന്നിട്ട് ആദം നബി അലൈഹിസ്സലാമിന്റെ വളഞ്ഞ വാരിയല് അള്ളാഹു ഇങ്ങോട്ട് എടുത്തു. ഒരു ചെറിയ ഒരു ഓപ്പറേഷൻ ഉറക്കിയിട്ടാണ് അള്ളാഹു ചെയ്തത്. അതുകൊണ്ട് വേദനയൊന്നും അറിഞ്ഞില്ല. ആദം നബി അലൈഹിസ്സലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തൊട്ടടുത്ത് സുന്ദരിയായ ഒരു കലാരൂപം, അതാരായിരുന്നു? മാനവകുലത്തിന്റെ മാതാവ് ഹളറത്ത് ഹവ്വ അലൈഹസ്സലാം. അവരാണ് ഹവ്വ. നല്ല സുന്ദരി. ആദം നബിയുടെ മനസ്സ് ആഗ്രഹിച്ചു, ദാഹിച്ചു, കൈകൾ നീണ്ടു, ഒന്ന് സ്പർശിക്കാൻ, ഒന്ന് വാരിപ്പുണരാൻ.
സുഹൃത്തുക്കളെ, ഈ ആകർഷണീയത ഇന്നും മക്കളായ നമുക്കുണ്ട്. ആണ് പെണ്ണിനെ ആകർഷിക്കുന്നു, പെണ്ണാണിനെ ആകർഷിക്കുന്നു. ഇനിയാണ് വിഷയം. അള്ളാഹു മനുഷ്യനെ ഇണകളായിട്ടാണ് പടച്ചത്. അള്ളാഹു പ്രപഞ്ചത്തിലെ മുഴുവൻ കണികകളെയും ഇണകളായിട്ടാണ്, പദാർത്ഥങ്ങളെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷേ ഇണയെ പ്രാപിക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇണയെ പ്രാപിക്കാനുള്ള മാനദണ്ഡമാണ് വിവാഹം, നിക്കാഹ്. വിവാഹ ബാഹ്യ ബന്ധങ്ങൾ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മചര്യം ഇസ്ലാമിലില്ല. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വരുന്നുണ്ട്, കാന നബിയു യഅ്മുറുനാ ബിന്നികാഹ് വനഹാനാ അനിത്തബത്തുൽ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഞങ്ങളോട് വിവാഹം കൊണ്ട് കൽപ്പിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളോട് നിരോധിക്കുമായിരുന്നു. ബ്രഹ്മചര്യം നിരോധിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ബ്രഹ്മചര്യം ഉണ്ടോ? ഇല്ല. നോക്കൂ, ആർഷ സംസ്കാരത്തിൽ ഹൈന്ദവ സന്യാസിമാർ ബ്രഹ്മചര്യം ആചരിക്കുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ക്രൈസ്തവതയിൽ, ക്രിസ്തു മതത്തിൽ ബ്രഹ്മചര്യം കൊണ്ടുവന്നത് പൗലോസ് ശ്ലീഹയാണ്. അദ്ദേഹം എഴുതിയ കത്തിൽ എന്നെ പോലെ നിങ്ങളും അവിവാഹിതനായി ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ക്രിസ്തു മതത്തിൽ ബ്രഹ്മചര്യം കൊണ്ടുവന്നത് പൗലോസാണ്. യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിന്റെ ദൈവിക തീരുമാനമല്ല. ഖുർആനിൽ സൂറത്തുൽ ഹദീദിൽ അള്ളാഹു ഇത് പറയുന്നുണ്ട്, വറഹ്ബാനിയതൻ ഇബ്തദഊഹാ മാ കതബ്നാഹാ അലൈഹിം ഇല്ലാ ഇബ്തിഗാഅ റിളവാനില്ലാഹ് ഫമാ റഅഊഹാ ഹഖ്ഖ റിആയതിഹാ. ബ്രഹ്മചര്യത്തെ അവർ കെട്ടിയുണ്ടാക്കിയതാണ്, നിർമ്മിച്ചുണ്ടാക്കിയതാണ്, ദൈവിക വിധിയല്ല അത്. ഇബ്തദഊഹാ മാ കതബ്നാഹാ അലൈഹിം, നാം അവർക്ക് അതിനെ നിർബന്ധമാക്കിയിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. ഒരു പക്ഷേ അവരത് ബ്രഹ്മചര്യം ആചരിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിനായിരിക്കാം, അവരുടെ ഉദ്ദേശം അതായിരിക്കാം. പക്ഷേ അള്ളാഹു പറയുന്നു, ഫമാ റഅഊഹാ ഹഖ്ഖ റിആയതിഹാ, അവർ സൂക്ഷിക്കേണ്ടതുപോലെ അതിനെ സൂക്ഷിച്ചു കണ്ടിട്ടില്ല. ഒരു ബ്രഹ്മചാരി പൂർണ്ണമായി ബ്രഹ്മചാരിയായി ജീവിക്കുന്നുണ്ടോ? ഉണ്ടോ? ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു അല്ലേ, പല സംഭവങ്ങളും നമ്മൾ കണ്ടു. സിനിമാ നടികളുമായി കിടപ്പറ പങ്കിടുന്നത് കണ്ടു, സന്തോഷ് മാധവനെ കണ്ടു, എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ കണ്ടു. അങ്ങോട്ടൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല അല്ലേ. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, ഇസ്ലാമിൽ ദൈവിക മതത്തിൽ ബ്രഹ്മചര്യമില്ല, ഇസ്ലാമിൽ പൗരോഹിത്യവുമില്ല. നേരെ മറിച്ച് മനുഷ്യൻ, പ്രകൃതി മതം ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യൻ വിവാഹം ചെയ്യണമെന്നാണ്. വിവാഹം അത് പ്രകൃതി നിയമമാണ്, ശാസ്ത്രീയമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, തസവ്വജൂ, നിങ്ങൾ വിവാഹം ചെയ്യണം, വലാ തുതല്ലിഖൂ, നിങ്ങൾ മൊഴി നടത്തരുത്, നിങ്ങൾ ത്വലാഖ് ചെയ്യരുത്. ഫഇന്ന ത്വലാഖ യഹ്തസ്സു മിൻഹു അർശുർ റഹ്മാൻ, വിവാഹമോചനത്തിലൂടെ ദൈവിക സിംഹാസനം വിറയ്ക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി, നിങ്ങൾ വിവാഹം ചെയ്യൂ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഅനല്ലാഹു ദാഇഖീന വദാഇഖാത്ത്, പെണ്ണ് കെട്ടി നടക്കുന്നവരെ അല്ലാഹു ശപിക്കട്ടെ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു. നോക്കൂ, നമ്മുടെ മീഡിയകളും നമ്മുടെ മാധ്യമങ്ങളും ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട്. പെണ്ണ് കെട്ടി നടക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ, മൊഴി ചൊല്ലി നടക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. യഥാർത്ഥത്തിൽ ഈ വിമർശനവും യാഥാർത്ഥ്യവും തമ്മിൽ ബന്ധമുണ്ടോ? ഏറ്റവും കൂടുതൽ ബഹുഭാര്യത്വം ഇസ്ലാമിന് പുറത്താണ്, ഏറ്റവും കൂടുതൽ മൊഴി ചൊല്ലുന്നതും ഇസ്ലാമിന് പുറത്താണ്. ഞാനൊരു ഉദാഹരണം പറയാം.
ശൂരനാട്, ഇത് ഹനഫി ജമാഅത്തല്ലേ, ശൂരനാട് ജമാഅത്തിൽ ഒന്നിലധികം വിവാഹം കഴിച്ചവർ ഒന്നോ രണ്ടോ പേര് കാണും. എനിക്കറിയില്ല, ഉണ്ടോ ആരെങ്കിലും ഒന്നിലധികം പെണ്ണ് കെട്ടിയവർ? ഉണ്ട് അല്ലെ? 2-3 പേരല്ലേ കാണുള്ളൂ, അത്രേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിപ്പോ കണക്കുകളൊന്നും ഉദ്ധരിക്കാൻ ഞാൻ ഡയറി കൊണ്ടുവന്നിട്ടുണ്ട്, അതിനകത്ത് കണക്കുകളൊക്കെ ഉണ്ട്, ഞാനിപ്പോ അങ്ങോട്ട് കടക്കുന്നില്ല. ഇത് വെറും ഒരു ആരോപണമാണ്, പ്രചണ്ഡമായ ഒരു പ്രചരണമാണ്, അല്ലെ? ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. എന്തിന്? ഇസ്ലാം ധാർമ്മിക മതമാണ്, ധർമ്മത്തെ പരിപോഷിപ്പിക്കുകയാണ്. വിവാഹ ബാഹ്യ ബന്ധങ്ങൾ ഇസ്ലാം നിരോധിച്ചു, വ്യഭിചാരം നിരോധിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യാ മഅ്ശറശ് ശബാബ്, അല്ലയോ യുവാക്കളെ, യുവാക്കളുടെ സമൂഹമേ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് ശാരീരിക ശേഷിയും സാമ്പത്തിക ഭദ്രതയും ഉണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യൂ. യാ മഅ്ശറശ് ശബാബ്, യുവാക്കളെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ് ഫഇന്നഹു അഗളു ലിൽ ബസർ, അത് മനുഷ്യന്റെ കണ്ണിനെ സൂക്ഷിക്കുന്നു. വഅഹ്സനു ലിൽ ഫർജ്, ഗുഹ്യാവയവത്തെ കാത്തു സൂക്ഷിക്കുന്നു. വിവാഹത്തിന്റെ ഗുണമാണ്. വിവാഹം കൊണ്ടുള്ള ഗുണം എന്താ? അഗളു ലിൽ ബസർ, മനുഷ്യന്റെ ദൃഷ്ടിയെ അത് സൂക്ഷിക്കുന്നു. ഫർജിന്, ഗുഹ്യാവയവത്തെ അത് സംരക്ഷിക്കുന്നു. ആർക്കെങ്കിലും വിവാഹം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ശാരീരിക ക്ഷമതയും സാമ്പത്തിക ഭദ്രതയും ഇല്ലെങ്കിൽ, അവൻ നോമ്പ് പിടിക്കട്ടെ, വ്രതമനുഷ്ഠിക്കട്ടെ. അതവന് അഭയമാണ്, രക്ഷയാണ്. നോമ്പ് പിടിച്ച് അവന്റെ വികാരങ്ങളെ അവൻ അമർത്തട്ടെ. കണ്ടോ? ഒരു ബ്രഹ്മചാരിയായി വികാരങ്ങൾ മുഴുവനും ഉള്ളിലൊതുക്കി ജീവിക്കാൻ ഇസ്ലാം പറയുന്നില്ല. എന്നാൽ വിവാഹ ബാഹ്യ ബന്ധങ്ങളിലൂടെ അവന്റെ വികാരം മുഴുവനും അണപൊട്ടിച്ചു വിടാനും ഇസ്ലാം സമ്മതിക്കുന്നില്ല. ഇതിന്റെ ഇടയിലുള്ള മധ്യമ മാർഗമാണ് ഇസ്ലാം തെരഞ്ഞെടുത്തത്. ഇസ്ലാം തെരഞ്ഞെടുത്തത് ആണും പെണ്ണും, ആണ് പെണ്ണിനെ തന്റെ ഇണയെ പ്രാപിക്കാനുള്ള കരണീയമായ എൻട്രൻസ് ആണ് ഇസ്ലാമിൽ നിക്കാഹ്. നിക്കാഹ് മഹത്തായ ഒരു ഉടമ്പടിയാണ്, മഹത്തായ ഒരു കരാറാണ് നിക്കാഹ്. അപ്പോ ഇണയെ പ്രാപിക്കാനുള്ള മാർഗമാണ്, എൻട്രൻസ് ആണ്, വഴിയാണ് വിവാഹം. സുഹൃത്തുക്കളെ, വിവാഹം സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിവാഹം പ്രവാചകന്മാരുടെ സുന്നത്തായ നടപടിയാണ്. ഹദീസിൽ വരുന്നുണ്ട്, അർബഉൻ മിൻ സുനനിൽ മുർസലീൻ. മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, 4 കാര്യങ്ങൾ പൂർവ പ്രവാചകന്മാരുടെ ചര്യയാണ്. അതിൽ ഒന്ന് അന്നിക്കാഹ്, വിവാഹം കഴിക്കലാണ്. മറ്റൊന്ന് അത്തഅത്തുർ, സുഗന്ധദ്രവ്യം പൂശലാണ്. മൂന്നാമത്തത് അസ്സിവാക്ക്, ദന്തശുദ്ധീകരണം ചെയ്യലാണ്. നാലാമത്തത് അൽ ഹിന്നാ, മൈലാഞ്ചി ഇടലാണ്. ഇത് 4 പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് സൂറത്തുൻ നഹ്ലിൽ, വലഖദ് അർസൽനാ റസുലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ. നബിയേ, അങ്ങേക്ക് മുമ്പ് ധാരാളം മുർസലീങ്ങളെ നാം അയച്ചിട്ടുണ്ട്. അവർക്ക് നാം ഭാര്യമാരെ നൽകിയിട്ടുണ്ട്, അവർക്ക് പുത്രന്മാരും നാം നൽകിയിട്ടുണ്ട്. അസ്വാജൻ വദുർരിയ, അവർക്കെല്ലാം സഖിമാരും അവർക്കെല്ലാം പുത്രന്മാരും കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാം ഇനി ഭൂമിയിലേക്ക് വരും, ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. ഖിയാമത്തിന്റെ 10 അടയാളങ്ങളിൽ ഒന്നാണ് ഈസാ നബിയുടെ നുസൂൽ, ഈസാ നബിയുടെ വരവ്. വന്നു കഴിഞ്ഞ് എന്റെ കുടുംബത്തിൽ നിന്നും വിവാഹം കഴിക്കും, വയൂലദു ലഹു, മക്കളുണ്ടാകും,
വയുദ്ഫനു മഈ, എന്നോടൊപ്പം എന്റെ റൗളയിൽ സംസ്കരിക്കപ്പെടും. ഇബ്നുൽ ജൗസി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മിഷ്കാത്തിലും ഈ ഹദീസുണ്ട്. അപ്പോ പ്രവാചകന്മാരെല്ലാം വിവാഹം കഴിച്ചിട്ടുണ്ട്. വിവാഹ ബാഹ്യ ബന്ധം ഇസ്ലാം നിരോധിച്ചു. വിവാഹ ബാഹ്യ ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം വ്യഭിചാരം ഇസ്ലാം നിരോധിച്ചു. എന്താണ് കാരണം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ ഇസ്രാ, വലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീലാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. ഇന്നഹു കാന ഫാഹിഷ, അത് മ്ലേച്ഛമാണ്, ഫാഹിഷത്താണ്. വസാഅ സബീലാ, അത് മോശമായ വഴിയാണ്. മനഃശാസ്ത്രം പറയുന്നത് അതിലേക്ക് പ്രവേശിച്ചാൽ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. വസാഅ സബീല, ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, ലാനല്ലാഹു ദാഇഖീന വദാഇഖാത്ത്, നുണഞ്ഞ് ടേസ്റ്റ് നോക്കി നടക്കുന്നവരെ അള്ളാഹു ശപിക്കട്ടെ. ഇന്ന് കുടുംബജീവിതത്തിൽ വിള്ളൽ, കുടുംബജീവിതത്തിൽ ഇന്ന് പൊട്ടലും ചീറ്റലുമാ. എന്താ കാരണം? ഈയിടെ ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ലൈംഗിക സംതൃപ്തി മാത്രമല്ല. ഇന്ന് വധൂവരന്മാരുടെ പ്രശ്നം ലൈംഗിക സംതൃപ്തി മാത്രമല്ല, പരസ്പരമുള്ള സംശയം കൂടിയാണ്. പരസ്പരം ഭർത്താവിന് ഭാര്യ സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, സംശയരോഗം. അല്ലാഹു കാക്കട്ടെ. ഇവിടെ ഇല്ലല്ലോ, അത് ഒട്ടുമില്ലാത്തൊരു സ്ഥലമാണിത്. സംശയം ആർക്കുമില്ല. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് കല്യാണം കഴിച്ചു, നല്ല ഒരു സുന്ദരീനെ കിട്ടി. അപ്പോ അദ്ദേഹത്തിന് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, ഒരു പൾസർ. ബൈക്ക് വാങ്ങുമ്പോൾ വലതുഭാഗത്തൊരു ഗ്ലാസ് ഉണ്ട്. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇടതുഭാഗത്തൊരു ഗ്ലാസ് കൂടി ഫിറ്റ് ചെയ്തു. അപ്പൊ ഈ കിളീനെ പോലത്തെ പെണ്ണ് ചോദിച്ചു, മച്ചാ, ഇവിടെ എന്താ മച്ചാന്നല്ലേ പറയുന്നത്, മച്ചാ നിങ്ങൾ എന്തിനാ ഇടതുഭാഗത്തൊരു ഗ്ലാസ് ഫിറ്റ് ചെയ്തേ? അപ്പൊ മച്ചാ പറഞ്ഞു, എടി നീ ആരെങ്കിലും നോക്കുന്നുണ്ടോന്ന് അറിയാനോ. പരസ്പരം സംശയവാ. ഭാര്യക്ക് എന്താ സംശയം? എനിക്ക് ഭാര്യയെ സംശയം. അവൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ, ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, അല്ലേ? ഈയിടെ ഒരു ഭർത്താവ് ചോദിച്ചു, മച്ചാ എപ്പോഴും ഫോൺ വരുമ്പോ മുറ്റത്തേക്ക് ചാടും, തോട്ടത്തിൽ കൂടെ നടന്നാ വിളിക്കുന്നത്, ആരെയാണോ വിളിക്കുന്നത്? ഖുർആനിൽ ലൈംഗിക അരാജകത്തെ പറ്റി പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞതെല്ലാം ഫാഹിഷത്തെന്നാ. ഫാഹിഷത്തെന്നാ പറഞ്ഞു. എന്താ ഫാഹിഷത്ത് എന്ന് പറഞ്ഞ ഉസ്താദിന് ചോദിച്ചു നോക്കൂ. ഫാഹിഷത്ത് കൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകും. 982കളിലാണ് ലോകത്ത് HIV റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എയ്ഡ്സ് രോഗം എങ്ങനെ വന്നു? അള്ളാഹു കാക്കട്ടെ. ലൈംഗിക അരാജകത്വത്തിന്റെ സംഭാവനയാണ് എയ്ഡ്സ്. കുത്തഴിഞ്ഞ ലൈംഗികത. കഴിഞ്ഞ ദിവസം മാധ്യമം പത്രം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അകത്ത പേജിൽ ഉള്ള ആ പേപ്പറിലാണ് ഉള്ളത്, സുഹൃത്തുക്കളെ, 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇന്ന് HIV ബാധിച്ചിരിക്കുകയാണ്, എയ്ഡ്സ് രോഗിയാണ്. അദ്ദേഹത്തെ വീട്ടുകാർ വീട്ടിൽ തടഞ്ഞു വെച്ചു, റൂമിലിട്ട് പൂട്ടി. കലക്ടർ ഇടപെട്ടു. അതാ അദ്ദേഹത്തെ പത്തനാപുരത്ത് അഭയ എന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാര് വീട് പൂട്ടി. ആ യുവാവുമായി സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. എന്നിട്ട് വീണ്ടും കലക്ടർ ഇടപെടുന്നു. അതാ അഭയ എന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്നു. 22 വയസ്സുള്ള ഒരു എയ്ഡ്സ് രോഗി, അവൻ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നു. വീട്ടിൽ വന്നപ്പോ അച്ഛനും അമ്മയും സംസാരിക്കുന്നില്ല. ആളുകൾ അവനെ കൂക്കി ഓടിക്കുന്നു. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. നോക്കൂ, ഇന്ന് സമൂഹം എയ്ഡ്സ് രോഗിയുടെ അടുത്തേക്ക് അടുക്കുന്നില്ല. അടുക്കുന്നുണ്ടോ? എന്താ അടുക്കാത്തത്? വിശുദ്ധി, ജീവിതത്തിൽ വിശുദ്ധി അള്ളാഹു തരട്ടെ. ഇവിടെയാണ് ഇസ്ലാം പറഞ്ഞത് പെണ്ണ് കെട്ടാൻ പറഞ്ഞു, കല്യാണം കഴിക്കാൻ പറഞ്ഞു. ചില ആളുകൾക്ക് ഒന്നും മതിയാവില്ല. അപ്പോ ഇസ്ലാം എന്ത് പറഞ്ഞു? ആരോഗ്യവും സാമ്പത്തിക ഭദ്രതയും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കിട്ടിക്കോ.
പരിശുദ്ധ ഖുർആൻ ബഹുഭാര്യത്വം അനുവദിച്ചു നിബന്ധനകളോടുകൂടി. പക്ഷേ അതാണ് ഇന്ന് ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കാണിക്കാൻ, വിമർശിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നോക്കൂ നിങ്ങൾ, പഴയ ചരിത്രത്തിലേക്കൊന്നും പോകണ്ട. ശ്രീകൃഷ്ണൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ദശരഥ രാജാവിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? അതൊന്നും നോക്കണ്ട. നമ്മുടെ തൊട്ടടുത്ത കരുണാനിധി ഇല്ലേ, തമിഴ്നാട്ടിൽ ഒരുവിധം സാമ്പത്തിക ശേഷിയുള്ളവർക്കെല്ലാം ഉണ്ട് ചിന്ന വീട്. ചിന്ന വീടെന്ന് പറഞ്ഞാൽ എന്താ? ചിന്ന വീടെന്ന് പറഞ്ഞാൽ ചെറിയ വീടാണെങ്കിലും ഒരു യഥാർത്ഥ ഭാര്യയും ഒരു അനൗദ്യോഗിക ഭാര്യയും. അപ്പൊ രണ്ടാമത്തെ ഭാര്യയിലുള്ളതാണ് രാജ്യസഭ MP കനിമൊഴി. ഇന്നലെ മിഞ്ഞാന്ന് പത്രം വായിച്ചപ്പോ അദ്ദേഹത്തിന് മൂന്നാമതൊരു ഭാര്യ കൂടി ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. അപ്പൊ ഇവർക്കൊക്കെ പെണ്ണ് കേട്ടാ ആരും അത് വിമർശിക്കൂല. മുൻ ആണ്ടാം മുഖ്യമന്ത്രി ND രാമറാവുന് എത്ര ഭാര്യ ഉണ്ടായിരുന്നു? സിനിമാ നടൻ കമലഹാസൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു? രാജ്ബബ്ബാറിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? അതാരും വിമർശിക്കാറില്ല. വിമർശിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ 25-ാമത്തെ വയസ്സിൽ അവിടുന്ന് തെരഞ്ഞെടുത്തത് 2 വിവാഹം കഴിച്ച സന്താനങ്ങൾ ജനിച്ച 40 വയസ്സുള്ള വിധവയായ ഖദീജയാണ് റളിയല്ലാഹു അൻഹാ. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ കല്യാണം കഴിച്ചവരല്ലേ? നമ്മളൊക്കെ 25-ാമത്തെ വയസ്സിൽ തന്നെ പെണ്ണ് കെട്ടി. ആരെയാ തെരഞ്ഞെടുത്തത്? മധുര 17-കാരിയെ. എന്തേ നമ്മൾ ഒരു വിധവയെ തെരഞ്ഞെടുത്തില്ല? പ്രവാചകൻ 25 വയസ്സുള്ള മുത്തുനബി 40 വയസ്സുള്ള ഖദീജയാണ് തെരഞ്ഞെടുത്തത്. 25 വർഷം ആ ദാമ്പത്തിക ജീവിതം പങ്കിട്ടു. മക്കളെല്ലാം ഖദീജയിൽ നിന്നും ഉണ്ടായി. ഒരു കുട്ടി ഒഴികെ, അത് ഇബ്രാഹിമാണ്. ഇബ്രാഹിം എന്ന കുട്ടി മാരിയത്തുൽ ഖിബ്തിയയിൽ നിന്നാണ് പ്രവാചകന് ജനിച്ചത്. 25 വർഷം ആ ദാമ്പത്തികം മുന്നോട്ട് പോയി. അപ്പൊ എത്ര വയസ്സായി? 50. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷമാണ്, 50 വയസ്സിന് ശേഷമാണ് മുത്തുനബി സൗദയെ, ആയിഷയെ അങ്ങനെ വിവാഹങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ആ കഴിച്ച വിവാഹങ്ങളുടെ ഉദ്ദേശം ഒരിക്കലും ലൈംഗികതയായിരുന്നില്ല, നേരെ മറിച്ച് സംരക്ഷണമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പിന്നീട് കഴിച്ച കല്യാണങ്ങളൊക്കെ 45, 50, 60 വയസ്സുള്ള സ്ത്രീകളെയാണ്. അപ്പോ ഇതൊക്കെ തെറ്റിദ്ധാരണ കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. മുത്തുനബിയുടെ ജീവിതം ശരിക്കും പഠിക്കുക. അപ്പോ തെറ്റിദ്ധാരണ എല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും. അവിടെ നിന്ന് ഒരേ ഒരു കന്യകയെ കല്യാണം കഴിച്ചുള്ളൂ, അത് മഹദി ആയിഷയാണ്. എന്തിനു വേണ്ടിയായിരുന്നു? അബൂബക്കർ സിദ്ദീഖുമായിട്ടുള്ള വ്യക്തിബന്ധം ദൃഢമാക്കാൻ. അതിനും പുറമെ അവര് പ്രാസംഗികയാണ്, കവയിത്രിയാണ്, ബ്രില്യന്റ് ആണ്, നല്ല ബുദ്ധിജീവിയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷയെ വിവാഹം കഴിച്ചുകൊണ്ട് ലോകത്തിന് 2210 ഹദീസുകൾ നൽകി. അത് പ്രവാചകന്റെ മണിയറ ജീവിതം, ഗാർഹിക ജീവിതം, സാമൂഹിക ജീവിതം എല്ലാം ആയിഷയിലൂടെയാണ് ലോകം കേട്ടത്. ഒരു പെണ്ണായതുകൊണ്ടാ, അല്ലെങ്കിൽ ഹദീസ് റിപ്പോർട്ടർമാരിൽ 1-ാം സ്ഥാനത്ത് മഹദി ആയിഷ വന്നേനെ റളിയല്ലാഹു അൻഹാ. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ആയിഷ ബീവിയെ പോലെ ആകണം. ആവുമോ? ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ പെണ്ണുങ്ങൾ വാല് കഴിഞ്ഞ് പോയിട്ട് ടിവിയുടെ മുമ്പിൽ ഇരിക്കുക. എന്താ കാണുന്നത് അറിയോ? മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. നിങ്ങൾ ന്യൂസൊക്കെ കണ്ടോ? ഡിസ്കവറി ചാനലൊക്കെ കണ്ടോ? അള്ളാഹുവിന്റെ കുദറത്തൊക്കെ കണ്ടോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാം വ്യഭിചാരത്തെ നിരോധിച്ചു. കാരണം വ്യഭിചാരം എവിടെ നടക്കുന്നോ അവിടെ മരണം കൂടും എന്ന് സയ്യിദ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്. ഞാൻ എല്ലാ ഹദീസുകളും പറയാൻ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. അള്ളാഹു പടച്ചവൻ തൗബ ചെയ്ത് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഉമ്മപെങ്ങന്മാർക്ക്, യുവാക്കൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരിക്കൽ ഒരാള് വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, അബൂ ഉമാമ എന്ന സഹാബിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ഇസ്ലാം വളരെ മനോഹരമായിട്ട് തോന്നുന്നു, പക്ഷേ സിനായ്ക്ക് അനുവാദം തരണം, വിവാഹബാഹ്യ ബന്ധത്തിന് അനുവാദം തരണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് ഓടടാന്ന് പറഞ്ഞു. ഓടിച്ചോ? ഇല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുന്നിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ മനഃശാസ്ത്രപരമായി നേരിടുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അതുഹിബ്ബുഹു ലി ഉമ്മിക, നിന്റെ മാതാവ് ഇത് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഓ ലാ അല്ലാഹി യാ റസൂലല്ലാഹ്, ഞാൻ ഒരിക്കലും അതിനെ കൂട്ടു നിൽക്കില്ല. വീണ്ടും മുത്തുനബി ചോദിച്ചു, അതുഹിബ്ബുഹു ലി ഖാലതിക, നിന്റെ മാതൃ സഹോദരി ചെയ്യുന്നത് ഇഷ്ടപ്പെടുമോ? അദ്ദേഹം അതിനെയും അപലപിച്ചു. വീണ്ടും മുത്തുനബി ചോദിച്ചു, അതുഹിബ്ബുഹു ലി അമ്മതിക, നിന്റെ പിതൃ സഹോദരിക്ക് ഇത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? വീണ്ടും പ്രവാചകൻ ചോദിച്ചു, അതുഹിബ്ബുഹു ലിബ്നതിക, നിന്റെ മോള് ഇത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നബി തിരുമേനി അതാ അദ്ദേഹത്തിന്റെ മനസ്സ് പാകമായി എന്ന് കണ്ടപ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബാ വഗ്ഫിർ ദംബാ വഹസ്സിൻ ഫർജാ, അല്ലാഹുവേ നീ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്ക്, ഇദ്ദേഹത്തിന്റെ മനസ്സിനെ നീ ശുദ്ധീകരിക്ക്, ഇദ്ദേഹത്തിന്റെ ഗുഹ്യാവയവത്തെ നീ പരിശുദ്ധമാക്കി വെക്ക്. ഹദീസിൽ കാണാം, ഫലം യൽതഫിത് ദാലികൽ ഫത, പിന്നെ ആ ചെറുപ്പക്കാരൻ ഇതുപോലുള്ള പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞിട്ടേയില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആ കിട്ടി അല്ലേ? മുത്തുനബി എന്തിനാ നമ്മളിലേക്ക് വന്നത്? നമ്മളെ പരിശുദ്ധരാക്കാനാണ്, ആത്മീയതയിലേക്ക് നയിക്കാനാണ്. സുഹൃത്തുക്കൾ, ഇവിടെ എത്ര കാലം ജീവിക്കും? 50 കൊല്ലം, വെറും 60 കൊല്ലം. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, ഈ 50ഉം 60ഉം കൊല്ലം ജീവിക്കാനാണോ ഇവിടെ ഈ മനുഷ്യൻ ഈ പെടാ പാടുപെടുന്നത്? ഈ കൊട്ടാരം ഉണ്ടാക്കുന്നു, വീടിനേക്കാൾ പൈസ മതിൽ, ചുറ്റുമതിലിന്, ഗേറ്റിന് എത്രയാ വില? 1.5 ലക്ഷം രൂപയുടെ ഗേറ്റ് ഒക്കെയാ പിടിപ്പിക്കുന്നത്. എന്റെ ഉമ്മത്തികളുടെ ആയുസ് 60-70ന്റെയും 70ന്റെയും ഇടയിലാണ്. 70 വിട്ട് കടക്കുന്നവർ വളരെ കുറവാണ്. 55, 60, 70 ആവുമ്പോ മരണം വരും അല്ലെ? എപ്പോ മരണം വരും എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു പടച്ചവൻ പശ്ചാത്തപിച്ച് റെഡി ആയിട്ടിരിക്കാൻ, പോകാൻ, അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ബ്രഹ്മചര്യത്തെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു. ഇസ്ലാമിൽ ബ്രഹ്മചര്യമില്ല. വികാരങ്ങളെ അമർത്തിപ്പിടിച്ച് ജീവിക്കാൻ ഇസ്ലാം പറയുന്നില്ല, അതിനെ തുറന്നു വിടാനും ഇസ്ലാം പറയുന്നില്ല. അതിന്റെ കരണീയമായ മാർഗം വിവാഹമാണ്. നോക്കൂ, ഒരിക്കൽ ഒരു സംഘം സഹാബത്ത് പ്രവാചകന്റെ ഭാര്യമാരുടെ അടുത്തേക്ക് വന്നു. മുത്തുനബിയുടെ ഭാര്യമാരുടെ അടുത്തേക്ക് ഒരു സംഘം വന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്, ആ സംഘത്തിൽ അലിയാർ തങ്ങളുണ്ട്, അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു അൽ ആസിയുണ്ട്, ഉസ്മാൻ ഇബ്നു മദ്ഊനുമുണ്ട്. 3 യുവാക്കൾ, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ. അവർ വന്നുകൊണ്ട് പ്രവാചകന്റെ ഭാര്യമാരോട് ചോദിച്ചു, മുത്തുനബിയുടെ ഇബാദത്ത് എങ്ങനെയുണ്ട്? അപ്പൊ അവര് പറഞ്ഞു, നബി തിരുമേനിയുടെ ഇബാദത്തിനെ പറ്റി ഈ 3 ചെറുപ്പക്കാരോട് പറയപ്പെട്ടപ്പോൾ അവർക്ക് തോന്നി, മുത്തുനബി ഇത്രയൊക്കെ ചെയ്യുന്നുള്ളോ? ഉടനെ അവര് തീരുമാനമെടുത്തു, നബി, നമ്മളവിടെ പ്രവാചകനെവിടെ? മുത്തനബിയുടെ മുൻപിൻ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുകയല്ലേ, നമ്മളും അള്ളാഹുവിന്റെ പ്രവാചകനും ഒരിക്കലും സമാനമാവൂലല്ലോ. എന്നിട്ട് ആ വന്ന 3 ചെറുപ്പക്കാരിൽ അലി ഇബ്നു അബീ ത്വാലിബ്, അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു അൽ ആസി, ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഈ 3 സഹാബാക്കൾ 3 തീരുമാനമെടുത്തു. ഒരാള് പറഞ്ഞു, അമ്മാ അന ഉസല്ലിൽ ലൈല വലാ അർകുദു, ഞാൻ രാത്രി മുഴുവനും നമസ്കരിക്കും, ഉറങ്ങുകയില്ല, കഠിനമായ ഇബാദത്ത് ചെയ്യും, തീവ്രമായ ഇബാദത്ത് ചെയ്യും. മറ്റൊരാള് പറഞ്ഞു അസൂമുദ്ദഹ്റ വലാ ഉഫ്തിറു, ഞാൻ എന്നും വ്രതമനുഷ്ഠിക്കും, നോമ്പ് മുറിക്കുകയില്ല. മൂന്നാമത്തെ ആള് പറഞ്ഞു അഅ്തസിലുൻ നിസാ, ഞാൻ സ്ത്രീകളുമായി അകന്നു കഴിയും, വിവാഹം കഴിക്കുകയില്ല. മുത്തുനബി വന്നപ്പോ 3 പേരുടെയും തീരുമാനം അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞു. മുത്തുനബി ചോദിച്ചു, അന്തുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ ഇന്ന തീരുമാനമൊക്കെ എടുത്തെന്ന് ഞാൻ അറിഞ്ഞല്ലോ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അമാ ഇന്നി അഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു, ഞാൻ അല്ലാഹുവിനോട് ഏറ്റവും ഭയപ്പെടുന്നവനാണ്,
ഏറ്റവും ഭക്തിയുള്ളവനാണ്. പക്ഷേ ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുമുണ്ട്. ഞാൻ അസൂമോ നോമ്പ് പിടിക്കാറുണ്ട്, നോമ്പ് മുറിക്കാറുമുണ്ട്. ഞാൻ വിവാഹം ചെയ്യാറുണ്ട്. അതുകൊണ്ട് എന്റെ സുന്നത്തിനെ ആര് തിരസ്കരിക്കുന്നോ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോ ഉറങ്ങാതെയുള്ള ഇബാദത്തിനോട് ഇസ്ലാമിന് യോജിപ്പുണ്ടോ? 2 ദിവസം അങ്ങനെ ഇബാദത്ത് ചെയ്യും, പിന്നെ അവൻ എന്തായിത്തീരും? തളർന്നു പോകും. ഹലക്കൽ മുതനത്തിഊൻ ഖാലഹാ സലാസ. കണ്ടോ? ഹലക്കൽ മുതനത്തിഊൻ, തീവ്രമായി കഠിനമായി പെരുമാറുന്നവർ നശിച്ചു പോകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം ദുആ ചെയ്തു. നോക്കൂ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് ഏതാ? അദ്വമുഹ, എന്നും ചെയ്യുന്ന ഇബാദത്ത, നിത്യമായി ചെയ്യുന്ന ഇബാദത്ത. അത് വൈകല്ല, കുറച്ചാണെങ്കിലും ശരീരത്തിന് ശേഷി നേടിയെടുക്കാൻ ഭക്ഷണം കഴിക്കാറുണ്ട്, ഞാൻ വിവാഹം ചെയ്യാറുണ്ട്. ആരെങ്കിലും ബ്രഹ്മചര്യത്തിലേക്ക് തിരിഞ്ഞാൽ, എന്റെ സുന്നത്തിനെ തിരസ്കരിച്ചാൽ ഫലൈസ മിന്നി, എന്നിൽപ്പെട്ടവനല്ല. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു പടച്ചവൻ നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കാൻ, തന്റെ ജീവിതത്തിലെ ലൈഫ് പാർട്ട്ണറെ, ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുമ്പോ നല്ല രൂപത്തിൽ എല്ലാവിധ നിബന്ധനകളും ഒത്ത നല്ലൊരു ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്ത് മാതൃകാ കുടുംബം നയിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഹാനായ മുത്തുനബി പറഞ്ഞു. ഹദീസിൽ വരുന്നുണ്ട്, തുങ്കഹുൽ മർഅതു ലിഅർബഇൻ, ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടാറുണ്ട്, 4 കാര്യങ്ങൾ പരിഗണിക്കപ്പെടാറുണ്ട്. ലിമാലിഹാ, അവളുടെ ധനം പരിഗണിക്കപ്പെടാറുണ്ട്. വലിജമാലിഹാ, അവളുടെ സൗന്ദര്യം പരിഗണിക്കപ്പെടാറുണ്ട്. വലിദീനിഹാ വലിഹസബിഹാ, അവളുടെ ഗോത്രം പരിഗണിക്കപ്പെടാറുണ്ട്. അവളുടെ ആദർശനിഷ്ഠയും പരിഗണിക്കപ്പെടാറുണ്ട്. 4 കാര്യം പരിഗണിക്കപ്പെടും ഒരു സ്ത്രീ വിവാഹം ചെയ്യുമ്പോൾ. ആ 4 കാര്യം നോക്കുന്നതിന് കുഴപ്പവുമില്ല, മനസ്സിലായില്ലേ? പക്ഷേ ഏറ്റവും നല്ലത് ഈ 4ൽ മുത്തുനബി പറഞ്ഞു, നീ ആദർശനിഷ്ഠയുള്ളവളെ തെരഞ്ഞെടുത്ത് വിജയിക്കണം. ആദർശനിഷ്ഠയുള്ളവൾ, 5 നേരം നമസ്കരിക്കുന്നവൾ, ഖുർആൻ ഓതിയവൾ, മദ്രസയിൽ 5ാം ക്ലാസ് പാസ്സായവൾ, ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിച്ചത്, സൗന്ദര്യമുണ്ട്, പക്ഷെ ഖുർആൻ അറിയില്ല, ഖുർആൻ തൊട്ടിട്ടുമില്ല. സുഹൃത്തുക്കളെ, ഒരു ഇറച്ചിക്കോഴി എന്നല്ലാതെ വേറെ എന്ത് പറയാൻ പറ്റും? കൂണുപോലെ ഇംഗ്ലീഷ് മീഡിയം മുളക്കി തൊട്ട്, പക്ഷെ അവിടെ ഒന്നും മോറൽ വിദ്യാഭ്യാസം ഇല്ല. സുഹൃത്തുക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, സൗന്ദര്യം മാത്രം മതിയാ? ഈയിടെ ഒരാൾ എന്നോട് പറയാം, ഉസ്താദെ ഭയങ്കര വിഷമമാ, ആള് നല്ല ബ്യൂട്ടിയാ, കിളിയാ, പറഞ്ഞിട്ടെന്താ, വീട്ടിൽ ഒന്നും പ്രശ്നങ്ങളാ. എന്താ പ്രശ്നം? ഇവിടെ ചെറുപ്പക്കാരൻ പറയാ, വിവാഹം കഴിക്കാൻ പോകുമ്പോ ABCD അറിയണം. എന്താ? AHB ബ്യൂട്ടി, C ക്യാരക്ടർ, D ഡിമാൻഡ്. അങ്ങനെ ഒന്നും ഷർത്തൊന്നുമില്ല. ഏജ് ആര് പറഞ്ഞ? ഏജ് നോക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് 25, ഖദീജയ്ക്ക് 40. ഇല്ലേ? നബി തിരുമേനി കല്യാണം കഴിച്ചൊക്കെ വിധവകളെ എന്തിനു വേണ്ടി? സംരക്ഷിക്കാൻ. നോക്കൂ, ഒരു വിധവയായ സ്ത്രീ, അവൾ വൈധവ്യത്തിൽ കഴിയുകയാണ്, അവൾക്കൊരു പുരുഷ തുണ, എനിക്കൊരാൾ ഭർത്താവായിട്ടുണ്ടല്ലോ, എത്രമാത്രം ആ വിധവയ്ക്ക് സന്തോഷം ഉണ്ടാവും, അല്ലേ? അള്ളാഹു ഒന്നുകൂടി കെട്ടാൻ തൗഫീഖ് തരട്ടെ. ആമീൻ പറഞ്ഞോ? അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ, അവർക്ക് ഒന്നുകൂടി കെട്ടണമെന്നിട്ട് വീട്ടിൽ പോയി അക്കാട്ട പറയുമ്പോ അക്കാ കുറ്റിച്ചൂലും എടുത്ത് ഓടിക്കും. ആഹാ, ഇനി കെട്ടാനാ, 55 വയസ്സായി, പല്ല് കൊഴിഞ്ഞ്, ഇനി പെണ്ണ് കെട്ടണം അല്ലേ? എന്താ സഹോദരങ്ങള്, കല്യാണം കഴിക്കാൻ പോകുമ്പോ ബ്യൂട്ടി പരിഗണിക്കാം, സൗന്ദര്യം. ഒക്കെ ഒരുപാട് വിശദീകരിക്കാൻ ഇപ്പൊ അങ്ങോട്ട് കടക്കുന്നില്ല. സഹോദരന്മാരെ, സൗന്ദര്യം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? പിന്നെ എങ്ങനെയെങ്കിലും ആദ്യത്തെ ഒരു കുഞ്ഞ് റിലീസാവും, പിന്നെ പ്രശ്നം തുടങ്ങും. എന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല, എനിക്ക് അവളെയും കൂട്ടി ഒരിടത്ത് പോകാൻ പറ്റുന്നില്ല, എന്റെ കൂട്ടുകാരൊക്കെ എന്നെ ആക്ഷേപിക്കുന്നു, എവിടെ നിന്ന് കിട്ടിയതായിരിക്കും പെരിച്ചാഴിയുടെ എന്തൊക്കെ ചോദിക്കുന്നു എന്നാ പറയുന്നത്. അവളെ പുറത്തിറക്കൂല. കാരണം എന്താ? പണ്ടാരോ പറഞ്ഞ് പുറത്തിറക്കാത്തത് കൊണ്ടൊരു സംശയം, അതീവ സുന്ദരിയാണോ എന്ന്. അല്ല, വിരൂപി ആയതുകൊണ്ട് പുറത്തിറക്കൂല. അതുകൊണ്ടാണ് ഇസ്ലാം, മുത്തുനബി പറഞ്ഞു, നീ കണ്ടിട്ട് കെട്ട്.
നീ കണ്ട് നിന്റെ ഉപ്പയ്ക്ക് വേണ്ടി നീ കെട്ടരുത്, നിന്റെ ഉമ്മയ്ക്ക് വേണ്ടി കെട്ടരുത്, നിന്റെ പെങ്ങന്മാർ നിന്നെ അടിച്ചേൽപ്പിക്കരുത്. നീ കാണണം. തന്റെ വധുവിനെ കാണൽ സുന്നത്തുണ്ട്. അള്ളാഹു പടച്ചവൻ ഈ നിബന്ധനകൾക്കനുസരിച്ച് വിവാഹം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാം നമ്മുടെ ഭാവി വധുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഭാര്യ എന്ന് പറയുന്ന പദം ഇസ്ലാമിലില്ല. ഭരിക്കപ്പെടുന്നവൾ, ആ വാക്ക് ഇസ്ലാമിൻ്റെതല്ല. അത് സംസ്കൃതം അല്ലെങ്കിൽ ഭാഷ നമുക്ക് നൽകിയതാണ്. അത് നമ്മൾ ഇന്ന് വിളിക്കുന്ന പേരാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അള്ളാഹു പറഞ്ഞത് ഇണ എന്നാണ്. ഇണ എന്താണ്? ഇണ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണടയുടെ 2 ഗ്ലാസ് പോലെ, കാലിൽ ധരിക്കുന്ന ചെരുപ്പിന്റെ ജോഡി പോലെ ഇണ. ഭാര്യയും ഭർത്താവും ഈ പദം ഇസ്ലാമിൻ്റെതല്ല. ഖുർആനിന്റെ പദം സൗജ് എന്നാണ്, ഇണകൾ എന്നാണ്. കണ്ടോ? വിവാഹത്തോടുകൂടി പുരുഷനും സ്ത്രീയും ഇണയായി ജീവിത നൗക തുഴയുകയാണ്. ഇനി ഒന്നിച്ചാണ് പോകേണ്ടത്, സന്തോഷത്തിലും സന്താപത്തിലും, ദുഃഖത്തിലും സന്തോഷത്തിലും, ക്ഷാമത്തിലും ക്ഷേമത്തിലും, അല്ലെ? ജീവിതത്തിന്റെ പരുപരത്തെ യാഥാർത്ഥ്യങ്ങൾ. അലിയാര് തങ്ങളോട് ചോദിച്ചു, മന്നിക്കാഹ്, എന്താണ് വിവാഹം? അലിയാര് തങ്ങൾ പ്രാസമൊപ്പിച്ചു പറഞ്ഞു, സുറൂറു ഷഹർ, ഹുമൂമു ദഹർ, കുസൂറു ലഹർ, ലുസൂമു മഹർ. അറബി ഭാഷ അറിയാവുന്നവർക്ക് അതിന്റെ സൗന്ദര്യം മനസ്സിലായി, അല്ലേ? എന്താ പ്രാസം ഒപ്പിച്ച് അലിയാര് തങ്ങൾ മറുപടി പറഞ്ഞു. എന്താണ് നിക്കാഹ് എന്ന് ചോദിച്ചപ്പോ അലിയാര് തങ്ങൾ പറയുകയാണ്, സുറൂറു ഷഹർ, 1 മാസത്തെ സന്തോഷം, ഹുമൂമു ദഹർ, ഒരു കാലം മുഴുവനും ദുഃഖം. ഇവിടെയും വലിച്ചോണ്ട് പോകണ്ടേ? 1 മാസത്തെ സന്തോഷം, കല്യാണം കഴിയുമ്പോ വിരുന്ന് തക്കാരമൊക്കെ. ഇത് കാണുമ്പോ യുവാക്കളുടെ ധാരണ എപ്പോഴും ബിരിയാണി, എപ്പോഴും ഈ ചിക്കനും ഒക്കെ കിട്ടുമെന്നാ. അതൊക്കെ 4-5 ടീ പാർട്ടി കൊണ്ട് കഴിയൂലേ, ഇല്ലേ? 1 മാസത്തെ സന്തോഷം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എന്റെ ആദ്യത്തെ രാത്രി എവിടെയായിരുന്നു അറിയോ? കാറിലായിരുന്നു. നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു രാത്രി ആദ്യത്തെ രാത്രിയിൽ ഉസ്താദേ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കാറിന്റെ അകത്ത് ഇങ്ങനെ, അടുത്ത് ഡ്രൈവറും. നിങ്ങളെക്കാളൊക്കെ അകലത്തിൽ എന്റെ ഭാര്യയിൽ അല്ലാഹ് എറിഞ്ഞു. ഞാൻ വിവാഹം കഴിച്ച കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. കണ്ണൂർ ജില്ലയിലോ അവിടെ വിവാഹം കഴിച്ചാൽ പുതിയാപ്പിളയാണ്, ഭാര്യയുടെ വീട്ടിലാ തങ്ങേണ്ടത്. തലശ്ശേരി ഞാൻ കല്യാണം കഴിച്ചത്. അന്ന് തലശ്ശേരി ഷെടിമള്ളി മാമ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഭാര്യയിൽ എവിടെയാണോ അതാണ് നമ്മുടെ ഇണ. അള്ളാഹു അതിനെ അടുപ്പിച്ചു തരും. ചിലർ അടുത്തുനിന്ന് കിട്ടും, ചിലർ അകലത്തിൽ നിന്ന് കിട്ടും, അല്ലേ? 1 മാസത്തെ സന്തോഷം. അവിടെയൊക്കെ പുതിയാപ്പിള വരുന്നത് കണ്ട അന്തം വിടും. നല്ല ദഫ് മുട്ടി, ഭയങ്കര അറേഞ്ച്മെന്റ് ആണ് പുതിയാപ്പിളക്ക് കൊടുക്കുന്നത്. ആ സന്തോഷം, ആ തക്കാരൊക്കെ 1 മാസം കൊണ്ട് തീരും. ഹുമൂമു ദഹർ, ഇവളെ ഇങ്ങനെ ചുമന്ന് നടക്കാൻ അത് ജീവിതത്തിൽ ഒരു ഹമ്മാണ്. വിദ്യാർത്ഥികൾ പറഞ്ഞു, ജീവിതത്തിന്റെ പരുപരുത്തെ യാഥാർത്ഥ്യങ്ങളിലേക്ക്, ട്രാക്കിലേക്ക് കടക്കുമ്പോ ദുഃഖം. നോക്കൂ, കുസൂറു ലഹർ, നടുവൊടിയുന്നു. ലുസൂമു മഹർ, വിവാഹമൂല്യം നിർബന്ധമാകുന്നു. ഇത് ഇസ്ലാമിൽ കേട്ടോ. നമ്മുടെ കാര്യം ഇപ്പൊ അങ്ങനെയല്ല. നമ്മളിപ്പോ പെണ്ണ് ഇങ്ങോട്ട് കാശ് തരികയാ, അമ്മോച്ചൻ, അല്ലേ? അമ്മോച്ചനാണ് മഹർ കൊടുക്കുന്നത്, അമ്മോച്ചനാണ് പന്തലിടുന്നത്, അമ്മോച്ചനാണ് വീഡിയോഗ്രാഫർക്ക് കാശ് കൊടുക്കുന്നത്, അമ്മാച്ചനാണ് ബസിന്റെ പൈസ കൊടുക്കുന്നത്. ഇതിനെല്ലാം പുറമെ 50 പവൻ പണ്ടം, ഇതിനെല്ലാം പുറമെ 2 നില ഷോപ്പിംഗ് കോംപ്ലക്സ്, അവിടെ തോട്ടം, പിന്നെ അതിനും പുറമെ സ്വിഫ്റ്റ് ഡിസയർ. ചോദിച്ചു വാങ്ങുകയാണ്. ഉസ്താദ്, സ്ത്രീധനം ഹറാമാണോ ഹലാലാണോ? ഹറാമാണ് എന്ന് സ്ത്രീധനം. നമുക്ക് സ്ത്രീധനം എന്ന പദം, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ത്രീധനം, ഒരു പിതാവ് മോൾക്ക് കൊടുക്കുന്നത് സുഹൃത്തുക്കളെ അനുവദനീയമാണ്, പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന. നോക്കൂ, ആയിഷ ബീവിയെ മുത്തുനബിക്ക് സഖിയാക്കി കൊടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഉപ്പ വില കൂടിയ ഒരു വൈരമാല കൊടുത്തിരുന്നു. ഇതിപ്പോ ഞാൻ ആദർശ കല്യാണം നടത്തിയ ആളാ. എന്താണ് അതിന്റെ ആദർശ കല്യാണം? ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊടുക്കേണ്ടത് അവൾക്ക് കൊടുത്തോ 101 പണ്ടം. 101 പവൻ കൊടുക്കാൻ പൈസ വേണ്ടേ? നിന്റെ എന്താ ആദർശ കല്യാണമാ? ഞാൻ ചോദിക്കട്ടെ, നീ പിടിച്ച കൊമ്പ് നല്ല കൊമ്പല്ലേ? പിന്നീട് കിട്ടും പുറകിലൂടെ. എന്നാ പിന്നെ ഒരു യത്തീമിനെ, ഒരു പാവത്തിനെ നീ എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? എന്ത് ആദർശ കല്യാണമെന്നാണ് നീ പറയുന്നത്?
ഇപ്പോ ഉണ്ട് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കല്യാണമൊക്കെ നടത്തിയിട്ട് ചായയും മിച്ചറും കൊടുക്കും. തട്ടിപ്പല്ലേ ഇതൊക്കെ, ചായയും ബിസ്ക്കറ്റും. ഇതിന് മാതൃകയുണ്ടോ? സുഹൃത്തുക്കളെ, ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവർ ഭക്ഷണം കൊടുക്കണം, ദൂർത്ത് ഒഴിവാക്കണം, പൊങ്ങച്ച ഒഴിവാക്കണം. ഏറ്റവും മോശമായ ഭക്ഷണം ഒരു വിവാഹ സൽക്കാരമാണ്. സമ്പന്നരെ മാത്രം ക്ഷണിക്കുന്നു, പാവങ്ങളെ വിളിക്കുന്നില്ല. പാവങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സമ്പന്നര് മാത്രം കടന്നു വരുന്ന വിവാഹ ഫംഗ്ഷൻ, അതാണ് മോശമായ ഭക്ഷണം. ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, അവിടെ വെജിറ്റേറിയൻ, ഇവിടെ ഫിഷ് ബിരിയാണി, അവിടെ മട്ടൻ ബിരിയാണി. ഒറ്റ പാവങ്ങളുണ്ടോ? ഇല്ല. നാട്ടിലെ പ്രധാനപ്പെട്ടവർ മാത്രം. എന്ത് കല്യാണമായത്? ഇതെന്ത് വലീമയാണിത്, അല്ലേ? നല്ല ഭക്ഷണം. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സൈനബിനെ വിവാഹം കഴിച്ചപ്പോ ബുഖാരി പറയുകയാണ്, ജനങ്ങൾക്ക് വയറ് നിറച്ച് ഇറച്ചിയും പത്തിരിയും കൊടുത്തു. എന്നാൽ സഫിയ ബീവിയെ കല്യാണം കഴിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അപ്പോഴത്തെ സാമ്പത്തിക ശേഷി അല്പം താഴെയായിരുന്നിരിക്കാം. ഹീസാണ് കൊടുത്തത്. നമ്മുടെ മലബാറിലൊക്കെ ഹൽസ എന്ന് പറയും. ഗോതമ്പും നെയ്യും ഇറച്ചി പിച്ചിയിട്ട് നല്ലൊരു ഫുഡാണത്, അതാണ് കൊടുത്തത്, ഹീസ്. എന്താ? അപ്പൊ ഇത് രണ്ടും നമ്മുടെ മുമ്പിൽ മുത്തുനബിയുടെ രണ്ടും മാതൃകയുണ്ട്. ഈ ബിസ്ക്കറ്റും കട്ടൻ ചായയും കൊടുക്കാൻ എവിടെയാ മാതൃക? സുഹൃത്തുക്കളെ, 200 എങ്കിൽ 200, 500 നമ്മുടെ ദൂർത്ത്, പൊങ്ങച്ചവും ദൂർത്തും ഒഴിവാക്കണം. നോക്കൂ, ഇപ്പോ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഒരു പുതിയ ബിദഅത്ത് തുടങ്ങിയിരിക്കുക. ചെറുക്കൻ വന്നിറങ്ങുമ്പോ ചെറുക്കന് പൂമാലയിട്ട് കൊടുക്കുന്നത് ഒരു കുട്ടിയാനയാണ്, ഒരു ആനക്കുട്ടി, കുഞ്ഞാന. നല്ല രസമല്ലേ? ആ ആന ഇങ്ങനെ പൂമാലയും പിടിച്ചുകൊണ്ട് നിൽക്കും. ഫോട്ടോഗ്രാഫർ ഇങ്ങനെ നിൽക്കും. അതാ പുതിയാപ്പള വന്ന് തല താഴ്ത്തി കൊടുക്കുന്നു, ആനക്കുട്ടി പൂമാല ഇടുന്നു. ഈ ആനക്ക് ഫുൾ ഡേറ്റാ. എന്താ? 2000 രൂപ ചാർജാ. ഇപ്പൊ എല്ലാവരും ആനക്കുട്ടീനെ കൊണ്ടാണ് പുതിയാപ്പിളെ സ്വീകരിക്കുന്നത്. പുതിയൊരു ബിദഅത്ത് ഇപ്പൊ തുടങ്ങിയിരിക്കുക. അള്ളാഹു പടച്ചവൻ ദൂർത്തും പൊങ്ങച്ചവും ഇല്ലാത്ത ഏറ്റവും ഐശ്വര്യമുള്ള നിക്കാഹ്. മുത്തുനബി പറഞ്ഞു, ചെലവ് ചുരുങ്ങിയതാണ്. ചെലവ് ചുരുക്കുക, എന്ന ആളുകൾക്ക് ഭക്ഷണവും കൊടുക്കുക, അവരുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുക. നിക്കാഹ്. അള്ളാഹു പടച്ചവൻ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോ അള്ളാഹുന്റെ റസൂല് പറഞ്ഞു, നല്ല ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കണം. ആരാ ദീനുള്ള പെണ്ണ്? ഒരു ഹദീസിൽ കാണാം, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹ, അല്ലാഹു ആർക്കെങ്കിലും സാലിഹത്തായ ഒരു പെണ്ണിനെ കൊടുത്താൽ ഫഖദ് ആനഹു അലാ ശത്രി ദീനിഹി, അല്ലാഹു അവന്റെ മതം പകുതി അല്ലാഹു സംരക്ഷിച്ചു. ഫല്ലത്തഖില്ലാഹ ഫിശ്ശത്രിൽ ബാക്കി, അവന്റെ മതത്തിന്റെ ബാക്കി പകുതി അവൻ സൂക്ഷിക്കട്ടെ. തന്റെ വൈഫ്, തന്റെ ഭാര്യ സാലിഹത്താണെങ്കിൽ ദീൻ പകുതി സുരക്ഷിതമായി. ഇനി പകുതി അള്ളാഹുവിനെ പേടിച്ചാൽ മതി. ഒരു ഹദീസിൽ കാണാം, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹ, അല്ലാഹു ആർക്കെങ്കിലും സാലിഹത്തായ ഒരു പെണ്ണിനെ കൊടുത്താൽ ഫഖദ് ആനഹു അലാ ശത്രി ദീനിഹി, അല്ലാഹു അവന്റെ മതം പകുതി അല്ലാഹു സംരക്ഷിച്ചു. ഫല്ലത്തഖില്ലാഹ ഫിശ്ശത്രിൽ ബാക്കി, അവന്റെ മതത്തിന്റെ ബാക്കി പകുതി അവൻ സൂക്ഷിക്കട്ടെ. തന്റെ വൈഫ്, തന്റെ ഭാര്യ സാലിഹത്താണെങ്കിൽ ദീൻ പകുതി സുരക്ഷിതമായി. ഇനി പകുതി അള്ളാഹുവിനെ പേടിച്ചാൽ മതി. ഒരു ഹദീസിൽ കാണാം, 4 കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടിയാൽ അവൻ അല്ലാഹുവിന്റെ നിഅമത്ത് ഒരുമിച്ച് കൂടി. അതിലൊന്ന് അന്തകൂന ഇംറഅതഹു സാലിഹ, തന്റെ സഹധർമ്മിണി സാലിഹത്തായിരിക്കുക. വഔലാദുഹു അബ്റാറ, കുഞ്ഞുങ്ങൾ നല്ല മക്കളായിരിക്കുക. അതുപോലെ തന്നെ വഅയകൂന റിസ്ഖുഹു, അവന്റെ ഭക്ഷണം ഫീ ബലദിഹി, അവന്റെ നാട്ടിൽ കിട്ടുക. വഅയകൂന ഖുലതാഉഹു സാലിഹീൻ, അവന്റെ ഫ്രണ്ട്സ് സാലിഹീങ്ങളായിരിക്കുക. ഇത് 4 കിട്ടിയാൽ നിഅമത്ത് ഒരുമിച്ച് വന്നു. ഭാര്യ സാലിഹത്തായിരിക്കുക, മക്കൾ സാലിഹീങ്ങളായിരിക്കുക, അതുപോലെ കൂട്ടുകാർ, ഫ്രണ്ട്സ് സാലിഹീങ്ങളായിരിക്കുക, റിസ്ക് നാട്ടിൽ തന്നെ കിട്ടുക. വിദേശത്ത് പോകണ്ടെന്നല്ല, പോകേണ്ടി വന്നാൽ പോകണം. സാഫിറു തുർസഖു, മുത്തുനബി പറഞ്ഞു, നിങ്ങൾ സഫർ പൊക്കോ, നിങ്ങൾക്ക് അല്ലാഹു റിസ്ക് തരും. കണ്ടോ? നിങ്ങൾ സഫർ പൊക്കോ, നിങ്ങൾക്ക് അല്ലാഹു റിസ്ക് തരും.
നാട്ടിൽ റിസ്ക് കിട്ടൽ പടച്ചോന്റെ പ്രത്യേക അനുഗ്രഹമാണ്. ചിലർക്ക് മസ്കറ്റില്ല, ചിലർക്ക് അബുദാബിയില്ല, ചിലർക്ക് ജിദ്ദയില്ല, അല്ലേ? 4 അനുഗ്രഹങ്ങൾ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട്, അർബഅത്തുൻ മൻ ഉഅതിയഹുന്ന ഉഅതിയ ഖൈറൈ ദുനിയാ വൽ ആഖിറ. 4 കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടിയാൽ അവന് ദുനിയാവും ആഖിറവും ഒരുമിച്ച് കൂടി അള്ളാഹു ഐഹിക പാരത്രിക നിഅമത്തുകൾ അവന് കൊടുത്തു. 1 ലിസാനുൻ ദാകിറുൻ, എപ്പോഴും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന നാവ്. ഖൽബുൻ ഷാകിറുൻ, അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്ന ഹൃദയം, ശുക്റുള്ള ഹൃദയം. വബദനുൻ അലൽ ബലാഇ സാബിർ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുന്ന ശരീരം. വംറഅത്തുൻ ലാ തബ്ഗീഹി ഹൗബൻ ഫീ നഫ്സിഹാ വമാലിഹി, ഭർത്താവിന്റെ ധനവും അവളുടെ ശരീരവും സൂക്ഷിക്കുന്ന പെണ്ണ്. ഇത് 4 ഏതൊക്കെ? ദിക്ർ ചെയ്യുന്ന നാവ്, ശുക്ർ ചെയ്യുന്ന ഹൃദയം, ക്ഷമിക്കുന്ന ബോഡി, സാലിഹത്തായ ഭാര്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ ഏറ്റവും നല്ല സമയത്ത് ഒരു ഹദീസ് പറയുമ്പോൾ ഫിറ്റ് ആവും, അല്ലേ? നോക്കൂ, ഒരു ഹദീസ് നിങ്ങൾക്ക് തരാം. മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഒരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിനക്ക് വേണ്ടി ഒരു ഈന്തപ്പനെ അല്ലാഹു നടും. ഒരൊറ്റ സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. പിന്നെ അതിന്റെ കൂടത്തിൽ മറ്റു ദിക്റും ചേർക്കുന്ന കുഴപ്പമില്ല. വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. റിവായത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ഇത്രയേ ഉള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ ഒരു ഈന്തപ്പനെ അല്ലാഹു നടും. 10 എണ്ണം പറഞ്ഞാലോ 10 തൈ, 100 എണ്ണം പറഞ്ഞാലോ ഒരു ചെറിയ തോട്ടം, 1 ഹെക്ടർ, 1000 പറഞ്ഞാലോ എസ്റ്റേറ്റ്, അല്ലേ? അൽഹംദുലില്ലാഹ്, നമുക്കൊക്കെ ദുനിയാവിൽ എസ്റ്റേറ്റ് ആണ് ആഗ്രഹം. സ്വർഗത്തിൽ എസ്റ്റേറ്റ് വേണ്ടേ? വേണം. അദ്ദുനിയാ ദാറുമല്ല ദാറലഹു, ദുനിയാവ് ആഖിറത്തിൽ വീടില്ലാത്തവന്റെ വീടാണ്. വമാലുമല്ല മാലലഹു, ആഖിറത്തിൽ സമ്പത്തില്ലാത്തവന്റെ സമ്പത്താണ് ഇവിടത്തെ സമ്പത്ത്. വയഗ്തറു ബിഹി, ദുനിയാവ് കണ്ട് വഞ്ചിതനാകുന്ന മനുഷ്യൻ മല്ലാ അഖ്ലലഹു, ബുദ്ധിയില്ലാത്തവനാണ്. ബുദ്ധിയില്ലാത്തവനാണ് ഇവിടത്തെ ദുനിയാവിന്റെ പിന്നാലെ ചലിക്കുന്നത്. എന്നാ നോക്കൂ, ചില മുതലാളിമാർ അവർക്ക് തോട്ടമുണ്ട്, കാറുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, പക്ഷെ എവിടെ എത്തിയാലും ജമാഅത്ത് പോലും അവർ കളയൂല. ജമാഅത്ത് പോലും 27 ഇരട്ടി പോലും അവര് സ്വന്തമാക്കുന്നു. അള്ളാഹു അങ്ങനെയുള്ള സമ്പന്നരിൽ പടച്ചോ നമ്മളെ പെടുത്തട്ടെ. നമുക്ക് അള്ളാഹു വാഹനം തന്നു, നമുക്ക് അള്ളാഹു വീട് തന്നു, അല്ലെ? മുത്തുനബി പറഞ്ഞു, ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽ പെട്ടതാണ് 3 കാര്യങ്ങൾ. മിൻ സആദതി ഇബ്നു ആദമ സലാസത്തുൻ വമിൻ ശഖാവതി ഇബ്നു ആദമ സലാസത്തുൻ. ഒരു മനുഷ്യന്റെ പരാജയവും 3 തന്നെയാണ്, വിജയവും 3 തന്നെയാണ്. 1 വിജയത്തിന് അടിസ്ഥാനം മുത്തുനബി പറഞ്ഞു, അൽ മസ്കനു സാലിഹു വൽ മർകബു സാലിഹു വൽ മർഅതു സാലിഹ. സാലിഹത്തായ കുടുംബിനി, സാലിഹത്തായ ഭാര്യ, സാലിഹായ വീട്, സാലിഹായ വാഹനം. അല്ലാഹു ഇത് 3 നമുക്ക് തരട്ടെ. ഒരു റിവായത്തിൽ 4 എന്ന് വന്നിട്ടുണ്ട്. അൽ ജാറു സാലിഹു, നല്ല അയൽവാസി. ഇത് 3 ഒത്തു അയൽപക്കത്ത് ഒരു ദുഷ്ടം വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇസ്ലാം അയൽവാസിക്ക് പ്രത്യേക ഹക്ക് കൊടുക്കുന്നുണ്ട്. മുത്തുനബി ഒരിക്കൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, യൂസിനി ജിബ്രീലു ഫിൽ ജാർ ഹത്താ ലനന്തു അന്നഹു സയവരിസു. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് എപ്പോഴും വസിയത്ത് ചെയ്യുമായിരുന്നു, അയൽവാസിയെ പരിഗണിക്കണം. ഞാൻ വിചാരിച്ചു പോയി, സ്വത്തിൽ പോലും അവകാശം അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന്. അത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അയൽവാസി ഏത് ജാതിയിൽപ്പെട്ടവനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, ഹൈന്ദവനാവട്ടെ, നിന്റെ അയൽവാസിയാണെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചു അവനൊരു അവകാശമുണ്ട്. ഹക്കുൽ ജീറാൻ, അയൽവാസിയുടെ ഹക്ക് അവനുണ്ട്. ഇനി നിന്റെ അയൽപക്കത്ത് ഒരു മുസ്ലിം ആണെങ്കിൽ ഇസ്ലാമിൽ നിയമം മറ്റൊന്നാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവന് ഹക്കാനി, 2 അവകാശമുണ്ട്. ഒന്ന് ഹക്കുൽ ജീറാൻ, മറ്റൊന്ന് ഹക്കുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ഹക്ക് കൊടുക്കണം, അയൽവാസി എന്ന ബാധ്യതയും അവകാശവും കൊടുക്കണം.
ഒരു മുസ്ലിമാണ് അടുത്തുള്ളതെങ്കിൽ 2 കടമ. നോക്കൂ, ഇനി 3 കടമ വരുന്നുണ്ട്. നിന്റെ അയൽപക്കത്ത് നിന്റെ ചിന്നത്താടെ മകനാണെങ്കിൽ, നിന്റെ പിതൃവ്യനാണുള്ളതെങ്കിൽ, കൊച്ചുമ്മയുടെ മക്കളാണുള്ളതെങ്കിൽ 3 ഹക്കുണ്ട്. ഒരു ഹക്ക് കൂടി വരുന്നു, ഹക്കുൽ ഖറാബ, ബന്ധു എന്നൊരു ഹക്ക്. കണ്ടോ, എത്ര സ്പഷ്ടമാണ് ഇസ്ലാമിലെ നിയമങ്ങൾ, അല്ലെ? അള്ളാഹു നിയമങ്ങൾ പാലിക്കാൻ പടച്ചോൻ തൗഫീക്ക് തരട്ടെ. സുഹൃത്തുക്കളെ, 3 കാര്യം വിജയമാണ്. നല്ല ഭാര്യ, നല്ല വീട്, നല്ല വാഹനം. ഒരിക്കൽ ഒരു സഹാബി, അബൂദാവൂദ് തിരിച്ച് ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളൊരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിൽ കസുറ ഫീഹി അദദുനാ വ അംവാലുനാ, മക്കൾ ഒരുപാടുണ്ടാകുന്നു, സമ്പത്തും വർദ്ധിക്കുന്നു. ഫതഹവ്വൽനാ ഇലാ ദാരിൻ, ഞങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് മാറിയപ്പോൾ ഖല്ല ഫീഹി അദദുനാ വ അംവാലുനാ, ഞങ്ങളുടെ സമ്പത്ത് ചുരുങ്ങാൻ തുടങ്ങി, മക്കൾ മരിക്കാനും തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം? അടങ്ങി ഒതുങ്ങി അവിടെ കഴി, അള്ളാഹിനെ തവക്കുലാക്കി ജീവിച്ചോന്ന് പറഞ്ഞോ? അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു? നീ അവിടെ താമസിച്ച് നീ പരീക്ഷണം അതിജീവിക്കേണ്ടതില്ല, നീ അതിനെ ഉപേക്ഷിച്ചേരെ. എപ്പോഴും എടുത്തപ്പം പോലെ തട്ടും മുട്ടുക. ഏതിന്? ഈ 2 വീലറിന് അല്ലെങ്കിൽ കാറിന്. അത് വെച്ചോണ്ടിരിക്കണോ ഉസ്താദേ? അത് കൊടുത്തൊഴിവാക്ക്. അപ്പൊ പിന്നെ നിങ്ങൾക്കൊരു സംശയം, കെട്ടിയ അന്ന് മുതൽ ആ പെണ്ണ് സ്വസ്ഥത തരുന്നില്ല, എന്നാ അവളെ കൊണ്ടേ വീട്ടിൽ വിട്ടേക്കാം. നടക്കുവോ? തൽക്കാലം അതാ നേരത്തെ അരിയാരിതങ്ങൾ പറഞ്ഞത്, ഇത് ഭാരമാണ്, ഇതിനെ ചുമക്കുക തന്നെ. ഏതിനെ? ഭാര്യനെ. പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ എനിക്കെതിരായി. ഇനി അവരെ പൊക്കണം, അല്ലേ? അവരെ പൊക്കണം. ഇൻഷാല്ലാ പൊക്കാവന്നേ. അള്ളാഹു പടച്ചവൻ നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്താക്കി തരട്ടെ. എന്താ സാലിഹത്തിന്റെ മാനദണ്ഡം? സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് കുടുംബജീവിതം ചർച്ച ചെയ്യാം. ഒരു പെണ്ണ് സ്വാലിഹത്താകേണ്ട മാനദണ്ഡം 3 സിഫത്താ. എന്റെ ഭാര്യയാണെങ്കിലും നിങ്ങളുടെ ഭാര്യയാണെങ്കിലും. മുത്തുനബി പറഞ്ഞു, ഖൈറുൻ നിസാഇ ഇംറഅത്തുൻ, സ്ത്രീകളിൽ ഏറ്റവും നല്ല സ്ത്രീ 3 സിഫത്തുള്ളവളാണ്, ഗുണമുള്ളവളാണ്. ഇന്നലർത ഇലൈഹാ സർറതുക, നീ അവളെ നോക്കുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം. പ്രിയപ്പെട്ട പ്രിയതമനെ സന്തോഷിപ്പിക്കുന്ന ഭാര്യ. വ ഇന്നമർതഹാ അതാഅതുക, ഭർത്താവ് കൽപ്പിക്കുമ്പോൾ അനുസരിക്കുന്നവൾ. വ ഇൻ ഗിബ്ത അൻഹാ, നീ അവളുമായി അകലുമ്പോൾ ഹഫിളത്ക ഫീ നഫ്സിഹാ വ മാലിക, അവളുടെ ശരീരം അവൾ സൂക്ഷിക്കുകയും നിന്റെ ധനം കാത്തു സംരക്ഷിക്കുകയും ചെയ്യുന്നവൾ. അമാനത്താണ്. ഭർത്താവിനെ സ്നേഹിക്കുന്നവൾ, ഭർത്താവിനെ അനുസരിക്കുന്നവൾ. ഭർത്താവ് അകന്നാൽ, വിദേശങ്ങളിലേക്ക് പോയാൽ 2 കാര്യം സൂക്ഷിക്കുന്നവൾ. ഒന്നവളുടെ ശരീരം, നിന്റെ ധനം. കണ്ടോ, ഇത് 3. ഈ 3 സിഫത്തും ഒരു പെണ്ണിനുണ്ടോ, അവൾ സാലിഹത്താ. മുത്തുനബി പറഞ്ഞു, അങ്ങനെയുള്ള സാലിഹത്തായ പെണ്ണ് വെള്ളക്കാക്കയെ പോലെയാ. ലോകത്തുള്ള കാക്കയൊക്കെ കറുത്തല്ലേ? വെള്ളക്കാക്ക വളരെ അപൂർവല്ലേ? അപ്പൊ അങ്ങനെയുള്ള പെണ്ണുങ്ങൾ അപൂർവമാണെന്നാണോ? പടച്ചവനെ, അള്ളാഹു നമ്മളെ എല്ലാം ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു കവി ഒരിക്കൽ പാടി, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ, മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിന് ചന്ദനം ചാർത്തുന്നു ഭാര്യ. വൈകിട്ട് കച്ചവടം കഴിഞ്ഞ് അതാ പ്രിയപ്പെട്ട പ്രിയതമൻ കയറി വരുമ്പോ തന്നെ തന്റെ സഹധർമ്മിണിയുടെ ഒരു ചിരി, ആ ചിരിയിൽ എല്ലാ ദുഃഖവും അലിഞ്ഞു പോകും, അല്ലെ? എടീ, നീ ഭക്ഷണം കഴിച്ചില്ലേ? ഞാൻ എങ്ങനെ കഴിക്കും? മച്ചായില്ലാതെ ഞാൻ കഴിക്കുവോ? അങ്ങനെയൊക്കെ ഒന്ന് കേൾക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണുങ്ങളെ അങ്ങനെയൊക്കെ ചുമ്മാ ഒന്ന് പറ. ആത്മാർത്ഥ സ്നേഹമില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേരെ അങ്ങനെയൊക്കെ. ഒരിക്കൽ ആയിഷ ബീവി അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടം ജനങ്ങളോട് ആരോടാണ്? അപ്പോൾ മുത്തുനബി ചോദിച്ചു, എന്തിനാണ്? അങ്ങാരെ സ്നേഹിക്കുന്നോ അവരെ എനിക്കും സ്നേഹിക്കാമല്ലോ എന്ന് ആയിഷ ഉമ്മ മറുപടി പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല കവളത്ത് തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം
നിന്നോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോ ആയിഷ ഉമ്മ ചോദിച്ചു, എന്നാൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം പുരുഷന്മാരിൽ ആരോടാണ്? അപ്പോൾ മുത്തുനബി പറഞ്ഞു, അബാക്, നിന്റെ ഉപ്പ അബൂബക്കറിനോടാണ്. ആയിഷ ഉമ്മ ചോദിച്ചു, സുമ്മ അയ്യൻ, പിന്നെ ആരോടാണ്? ഉമറിനോടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഭാര്യയോട് ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് പറയണം, ഷമ്മാസ് ഉസ്താദിന്റെ വാഴ കേട്ടില്ലേ, പെണ്ണെ നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ചുമ്മാ ഒന്ന് പറഞ്ഞേരെ, പെണ്ണുങ്ങൾ പൊങ്ങും, കാര്യം നേടിയെടുക്കാം. മനസ്സിലായില്ലേ? അല്ലാഹു തആല അവരെ സന്തോഷിപ്പിക്കാൻ പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, മുത്തുനബി അവിടുത്തെ ഭാര്യമാരെ വളരെ സ്നേഹിച്ചിരുന്നു. നോക്കൂ, ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്, ആയിഷ ബീവി പറയാ, എനിക്ക് ഇത്രത്തോളം ദേഷ്യം ഖദീജയോട് ഉണ്ടായിട്ടില്ല, അത്രയും ദേഷ്യം ഉണ്ടായി. കാരണം എല്ലാ വർഷവും അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ഉമ്മയ്ക്ക് വേണ്ടി ആടർക്കുമായിരുന്നു. എന്നിട്ട് ഖദീജയുടെ കൂട്ടുകാരികൾക്ക് ആടിന്റെ കുറകും കാലും മാംസവും കൊടുത്തു വിടുമായിരുന്നു. എപ്പോഴും ഖദീജയെ പറ്റി പറയാനേ മുത്തുനബിക്ക് നേരമുള്ളൂ. അപ്പോ എന്തിനാ അല്ലാഹുവിന്റെ റസൂല് ഇത്രമാത്രം പറയുന്നു? ഞാനല്ലേ അങ്ങയുടെ കന്യകയായ ഭാര്യ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കാനത്തു മാ കാനത്ത്, ഖദീജയ്ക്ക് തുല്യം ഖദീജ മാത്രം. കണ്ടോ, ഖദീജയ്ക്ക് തുല്യം ഖദീജ മാത്രം എന്ന് പറഞ്ഞൊതുക്കുകയാണ് ചെയ്തത്. അല്ലാഹു നമുക്ക് നമ്മുടെ ഭാര്യമാരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് തരട്ടെ, ഈ വർഷത്തെ നബിദിന സമ്മാനമായി. ഒരു വിശ്വാസി അവളുടെ വിശ്വാസിനിയായ ഭാര്യയോട് ദേഷ്യപ്പെടരുത്. അവളുടെ ഒരു സ്വഭാവം നിന്നെ വെറുപ്പിച്ചാൽ, അവളുടെ മറ്റനേകം സ്വഭാവം നിന്നെ ഇഷ്ടപ്പെടുത്തുന്നില്ലേ? പെണ്ണാണ്, അവൾക്ക് ചിലപ്പോൾ ബലഹീനത കാണിക്കും, ചിലപ്പോൾ ശുണ്ഠി കാണിക്കും, ചിലപ്പോൾ കാര്യങ്ങൾ വളരെ മെല്ലെ ചെയ്യുകയുള്ളൂ, ചിലർ വളരെ വേഗത്തിൽ ചെയ്യും. പക്ഷേ നമ്മൾ അവരോട് കുതിര ചാടരുത്, നമ്മൾ അവരോട് ദേഷ്യപ്പെടരുത്. ഒരു വിശ്വാസിനിയായ ഭാര്യയോട് കോപിക്കരുത്. അവളുടെ സ്വഭാവം എല്ലാം നല്ലതാണ്, പക്ഷെ ഒരു സ്വഭാവം വെറുപ്പിച്ചെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ ദേഷ്യപ്പെടരുത്. മുത്തുനബി പറഞ്ഞു, മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. ഭാര്യമാരെ ആദരിക്കുകയില്ല, ഭാര്യമാരെ ബഹുമാനിക്കുകയില്ല മാന്യനല്ലാതെ, ഭാര്യമാരെ വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, ഭാര്യമാരെ ശപിക്കുകയില്ല ദുഷ്ടനല്ലാതെ, നിന്ദിക്കുകയില്ല ദുഷ്ടനല്ലാതെ. ഭാര്യമാരെ ഒരിക്കലും നിന്ദിക്കരുത്. അവരെ ബഹുമാനിക്കുന്നവൻ മാന്യൻ, അവരെ നിന്ദിക്കുന്നവൻ ദുഷ്ടൻ. അള്ളാഹു കാക്കട്ടെ. ഈ പദമൊക്കെ കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടൂല, അല്ലേ? കാരണം എന്താ? നമ്മൾ ചിലർ അവരെ നിന്ദിക്കാറുണ്ട്. വീട്ടിൽ വരുമ്പോ തന്നെ തെറിയും വിളിച്ചോണ്ടാ വരുന്നത്, എടി ഒടുക്കത്തി എന്ന് പറഞ്ഞോണ്ടാ വരുന്നത്, അല്ലേ? ഞാൻ അന്തം വിട്ടു. ഈയിടെ 2 കൂട്ടുകാർ തമ്മിൽ മാർക്കറ്റിൽ വെച്ച് കണ്ടു. അവര് തമ്മിൽ സംബോധന ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ? ഇവിടെ പറയാൻ പറ്റൂല, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എടാന്ന് വിളിച്ചിട്ട് പിന്നെ പച്ച തെറിയാ. കൂട്ടുകാർ തമ്മിലേ ഇത് ജായിസ? കാണുമ്പോ തെറി പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുക പാടില്ല. അതുപോലെ ഭാര്യയെ പരാതി കൊണ്ട് വീട്ടിൽ കയറി പോവുക, നിന്റെ ഒടുക്കത്തെ എന്നൊക്കെ പറയുക, അതൊന്നും പാടില്ല. മുആവിയത്ത് ബിൻ ഹൈദാർ റളിയല്ലാഹു അൻഹു നബിയുടെ മുമ്പിൽ വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മാ ഹഖ്ഖു സൗജത്തി അഹദിനാ അലൈ, ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്കുള്ള കടമകൾ പറഞ്ഞു തരുമോ? മുത്തുനബി പറഞ്ഞു, അൻ തുതഇമഹാ ഇദാ തഇംത, നല്ല ഫുഡ് അവൾക്ക് കൊടുക്കുക, വഅൻ തക്സുഹാ ഇദാ തസൈത, നല്ല വസ്ത്രം അവൾക്ക് കൊടുക്കുക, വലാ തുഖബ്ബിഹ്, അവളെ നീ ചീത്ത വിളിക്കരുത്. കണ്ടോ, ചീത്ത വിളിക്കരുത്. വലാ തദ്രിബിൽ വജ്ഹ, നീ മുഖത്തടിക്കരുത്, ഭാര്യയുടെ മുഖത്തടിക്കരുത്. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, വീടിന് പുറത്ത് പിണങ്ങി കഴിയരുത്. ചില ആളുകളുണ്ട്, വീട്ടിൽ തോറ്റാ പള്ളി വന്ന് കിടക്കും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവും ചിലപ്പോ, അല്ലേ? പിന്നെ അറിയത് കെട്ടിയോളെ തോപ്പിച്ചിട്ട് ഇറങ്ങിയതാണ്. എന്റെ പൊന്ന് ഹബീബെ, ഭാര്യമാരുടെ മുമ്പിലൊന്ന് തോറ്റുകൊടുക്ക്, അതൊരു യോഗ്യതയാ. മുത്തുനബി പറഞ്ഞ ഒരു ഹദീസ് ഞാൻ പറയട്ടെ.
യഗ്ലിബ്ന കരീമാ വയഗ്ലിബ്ന ലഈമാ. സ്ത്രീകൾ ദുഷ്ടന്മാരെ പരാജയപ്പെടുത്തും, ബഹുമാന്യനായ ഭർത്താവിനെയും പരാജയപ്പെടുത്തും. ഫൗഹിബ്ബു അൻ അകൂന കരീമൻ മഗ്ലൂബാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിൽ മാന്യനായി തോക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്റെ ഭാര്യയുടെ മുമ്പിൽ അടിയറവ് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് പെണ്ണെന്ന് പറയുന്ന സാധനം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇന്നഹുന്ന ഖുലിഖിന മിൻ ലിലഇൻ, വളഞ്ഞ വാരിയൽ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇത് നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. മുത്തുനബി പറഞ്ഞു, ഫസ്തൗസു ബിന്നിസാ, നിങ്ങൾ പെണ്ണുങ്ങളെ നല്ല കാര്യം പറഞ്ഞു ഉപദേശിക്കണം. ഫൈൻ ദഹബത തുഖീമുഹു കസർതഹു, ഒറ്റയടിക്ക് നന്നാവില്ല. ഒറ്റയടിക്ക് നന്നായാൽ ആ എല്ല് ഒടിഞ്ഞു പോകും. വഇൻ ദഹബതഹു തറക്തഹു ലം യസൽ അവജ, നീ അതിനെ ഉപേക്ഷിച്ചാൽ അത് വളഞ്ഞും പോകും. അപ്പോ ആ പെണ്ണിനെ ഉപദേശിക്കണം, വാതിന് കൊണ്ടുവരണം, നല്ല വാതിന്റെ കാസറ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കണം, റഹ്മത്തുള്ളാഹി ഉസ്താദിന്റെ ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുപ്പിക്കണം. അങ്ങനെ വാദമൊക്കെ കേട്ട് അൽഹംദുലില്ലാഹ്. അപ്പൊ അവള് പറയും, മച്ചാ എന്റെ ബ്ലൗസ് ഒന്ന് നീട്ടണം, എനിക്ക് എന്റെ മിനിസ്കർട്ടൊക്കെ ഒന്ന് മാറ്റണം, എനിക്കൊരു ഫർദ വാങ്ങിച്ച്. അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം, ഫർദ വേണം. എന്താ ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? ഇത് കല്യാണം കഴിച്ച് ആദ്യത്തെ രാത്രി തന്നെ തലയണമന്ത്രം നടത്തും. ഞാൻ ദീനിയാ, നീയും ദീനിയാകണം. നിന്റെ ബ്ലൗസ് ഒന്നും ശരിയാവില്ല കേട്ടോ, നിന്റെ ലിപ്സ്റ്റിക് ഒക്കെ മാറ്റണം. ഇന്ന് തന്നെ ഫർദ ഇട്ടില്ലെങ്കിൽ ആ പെണ്ണ് പേടിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസം മണിയറയിലേക്ക് പോവില്ല. അള്ളാഹു കാക്കട്ടെ. ഇയാള് ദീൻ നടപ്പിലാക്കാൻ വേണ്ടി. സുഹൃത്തെ, മനഃശാസ്ത്രപരമായി ഇടപെടണം നിന്റെ ഭാര്യയോട്, മനഃശാസ്ത്രപരമായി ഇടപെടണം. അള്ളാഹു പടച്ചവൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഉമ്മ പെങ്ങന്മാർക്ക് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കണം. അള്ളാഹു ദുനിയാവിലെ മാത്രം ഇണയല്ല അവൾ, നാളെ സ്വർഗത്തിലും ഇണയാണ്. പടച്ചവനെ നാളെ അവിടെയും കെട്ടി വലിക്കണം ഇവിടെ, അല്ലേ? ഇവിടെ കൊണ്ട് തീരുവതാ ഓർത്തിരുന്നത്. പണ്ടൊരാള് മുസ്ലിയാർ വാല് പറഞ്ഞപ്പോ സംഭാവന കൊടുത്തു, ഈ സാധനം ഇവിടെ കൊണ്ട് തീരാൻ വേണ്ടി. അപ്പോഴോട് മുസ്ലിയാർ അവരും അവരുടെ ഇണകളും സ്വർഗത്തിൽ തണലുകളിൽ ഇരിക്കുമെന്നുള്ള ആയത്തോതിയപ്പോ ഇയാൾക്കാകെ ബേജാറായി. അള്ളാഹു പടച്ചവൻ നാളെ ആഖിറത്തിലും ഇവരെ തന്നെ ഭാര്യയായി അള്ളാഹു തരട്ടെ. സൂറത്തുൽ വാഖിയയിൽ അള്ളാഹു പറഞ്ഞു, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ വജഅൽനാഹുന്ന അബ്കാറൻ ഉർബൻ അത്റാബാ. കണ്ടോ, നാളെ ഹൂർലിങ്ങളെക്കാൾ സൗന്ദര്യം അവർക്കായിരിക്കും. നമുക്ക് അള്ളാഹു ഹൂർലിങ്ങളെ തരും. പെണ്ണുങ്ങൾക്ക് ആരാ ഉള്ളത്? ഈയിടെ ഒരു ഉമ്മ എന്നോട് ചോദിച്ചാ, നിങ്ങൾക്ക് ഹൂർലിങ്ങളെ കിട്ടും, ഞങ്ങൾക്ക് ആരാ ഉള്ളത്? സുഹൃത്തുക്കളെ, നമ്മുടെ സ്ത്രീകൾ നാളെ സ്വർഗത്തിൽ ഏറ്റവും നല്ല രൂപഭംഗിയോടുകൂടി അള്ളാഹു പുനഃസൃഷ്ടിക്കും. അള്ളാഹു പടച്ചവൻ അവളുടെ കയ്യും പിടിച്ച് സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, പെണ്ണേ നീ സ്വാലിഹത്തായിരിക്കണം. ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹു സൂറത്തുൻ നിസായിൽ പറഞ്ഞു, ഫസ്സാലിഹാത്ത്, സാലിഹത്തായ സ്ത്രീകൾ, സച്ചരിതയായ വനിതകൾ, ഖാനിതാത്ത്, അല്ലാഹുവിനെ വഴിപ്പെടണം, ഭർത്താവിനെ അനുസരിക്കണം, ഹാഫിളാതുൻ, അവൾ സൂക്ഷിക്കണം, ലിൽഗൈബ്, അവളുടെ മറഞ്ഞ ഭാഗങ്ങൾ അവൾ സൂക്ഷിക്കണം, ബിമാ ഹഫിളല്ലാഹ്, അല്ലാഹു സൂക്ഷിക്കാൻ കൽപ്പിച്ചതുപോലെ. അള്ളാഹുവിനെ ഭയപ്പെടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ ഭാര്യമാരെ അള്ളാഹു സാലിഹീങ്ങളാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാണ് സാലിഹത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു ദിവസം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു വേഷപ്രച്ഛന്നനായി മദീനയുടെ പ്രാന്ത പ്രദേശത്തു കൂടി പോവുകയാണ്. തന്റെ ഭരണീയരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേഷം മാറി ഉമർ റളിയല്ലാഹുവിന്റെ കുതിരപ്പുറത്തൊക്കെ സഞ്ചരിക്കുകയായിരുന്നു. ഹസ്രത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ ഒരു വീട്ടിൽ നിന്ന് ഒരു ശോക ഗാനം കേട്ടു, ഒരു പാട്ട് കേട്ടു. ഉമർ റളിയല്ലാഹു ചിന്തിച്ചു പോയി. ഒരു സ്ത്രീ പാടുകയാണ്. നിശീഥിനിയുടെ മറവിൽ പാതിരാത്രി ഒരു സ്ത്രീ പാടുന്നത് കേട്ടു. അലാ താല ഹാദൽ ലൈലു വസ്വദ്ദ ജാനിബു വഅറാകനി അല്ലാ ഖലീലുൻ ഉലാഇബു ഫവല്ലാഹി ലൗലല്ലാഹു തുഖ്ശാ അവാകിബു ലഹറാക മിൻ ഹാദ സരീരി ജവാനിബു.
മഖാഫത്തു റബ്ബി വൽ ഹയാഉ യസുദ്ദുനി വഇക്റാമു ബഅലി അൻ തുനാല മറാത്തിബു. ഹസ്രത്ത് ഉമർ ചിന്തിച്ചു, വല്ലാത്ത വരികൾ. എന്താണ് ആ സ്ത്രീ പാടുന്നത്? അലാ ത്വാല ഹാദൽ ലൈലു, ഈ നിശീദിനിക്ക്, ഈ രാത്രിക്ക് എന്ത് ദൈർഘ്യമാണ്. വസ്വദ്ദ ജാനിബു, പരിസരം മുഴുവനും കനാന്തകാരം കൊണ്ട് നിറഞ്ഞല്ലോ. വഅറാകനി അല്ലാ ഖലീലുൻ ഉലാഇബു, എന്റെ പ്രിയപ്പെട്ട പ്രിയതമൻ എന്റെ ചാരത്തില്ലല്ലോ ചൂട് പകരാൻ. എനിക്ക് ഉറക്കം വരുന്നില്ല, നിദ്രാവിഹീനമായ രാവുകളാണിത്. ആ സ്ത്രീ ഇങ്ങനെ പാടുകയാണ്. ഫവല്ലാഹി ലൗലല്ലാഹു തുഖ്ശാ അവാകിബു, പടച്ചവനാണ് സത്യം. അല്ലാഹുവിനെ ഭയന്നില്ലായിരുന്നുവെങ്കിൽ, നരകത്തെ ഭയന്നില്ലായിരുന്നുവെങ്കിൽ, ലഹറാക മിൻ ഹാദാ സരീരി ജവാനിബു, എന്റെ കട്ടിലിന്റെ പാർശ്വങ്ങളും ഇളകി ആടുമായിരുന്നു. മഖാഫത്തു റബ്ബി, എന്റെ റബ്ബിനോടുള്ള ഭയം. വൈക്റാമു ബഅലി, എന്റെ പ്രിയതമനോടുള്ള ബഹുമാനം എന്നെ ഇന്ന് തടഞ്ഞു നിർത്തുകയാണ്. അൻതുനാല മറാത്തിബു, എന്റെ കട്ടിലിലേക്ക് മറ്റൊരാളെ ക്ഷണിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞു നിർത്തുന്നത് സർവേശ്വരനോടുള്ള ഭക്തിയാണ്, എന്റെ പ്രിയപ്പെട്ട പ്രിയതമനോടുള്ള സ്നേഹമാണ്. ആ പെണ്ണ് പാടുകയാണ്. ഖലീഫ ഉമർ ആ വീട് നോക്കി വെച്ചു. വീട്ടിൽ വന്നു. തന്റെ പ്രിയപ്പെട്ട പുത്രി, മുത്തുനബിയുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഹഫ്സയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മോളെ, ഒരു പെണ്ണിന് ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ എത്ര കാലം കഴിയാം? അപ്പൊ ഹഫ്സ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വാപ്പ എന്നോടാണോ ഇതൊക്കെ ചോദിക്കുന്നത്? മോളെ, നീ എന്റെ മോളാണ്, ഞാൻ ഈ രാഷ്ട്രത്തിന്റെ നായകനാണ്, രാഷ്ട്രപതിയാണ്. നിന്നെപ്പോലെ എത്രയോ മക്കൾ എന്റെ ഭരണീയരാണ്. അവരുടെ ക്ഷേമം കൂടി ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ്. അപ്പോൾ ഹഫ്സ പറഞ്ഞു, 4 മാസം, കൂടി വന്നാൽ 6 മാസം. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സാമ്രാജ്യത്ത് അതാ ഓർഡർ ഇറക്കുകയാണ്. ഭർത്താക്കന്മാരോട്, പ്രിയപ്പെട്ട പ്രിയതമകളെ 6 മാസത്തിലധികം അതാ പിരിഞ്ഞു കഴിയരുത്. ആ വീട് അന്വേഷിച്ചപ്പോ രാജ്യത്തിന്റെ സേവനത്തിന് പോയ പട്ടാളക്കാരന്റെ വീടാണത്. മുഴുവൻ ആളുകളോട് പറഞ്ഞു, 6 മാസം പൂർണ്ണമായാൽ വീട്ടിലേക്ക് വരണം. ഇന്നിപ്പോ പോയി കിടക്കുക കാശ് ഊറ്റാൻ വേണ്ടി ഗൾഫിൽ. പക്ഷെ കാശ് വന്നു, കൊട്ടാരം വന്നു, കൊട്ടാരത്തിലെ കിളി പറന്നുപോയി. കെട്ടിയോള് പോയത്, ചാടിപ്പോയത് പറഞ്ഞു മനസ്സിലായില്ല അല്ലെ? ധരിച്ചിരിക്കുക. അള്ളാഹു കാക്കട്ടെ. പൈസ ഉണ്ടായി, ഗൾഫിൽ ചെന്ന് ജീവിതം തുലച്ചു. പക്ഷേ കൊടുക്കേണ്ടത് കൊടുത്തില്ല. അവൾക്ക് ജീവിതം കൊടുത്തോ? നല്ല പ്രായം മുഴുവനും പോയി. ഇവിടെ വന്നപ്പോ ഇപ്പൊ ഷുഗറും പഞ്ചസാരയും ഒക്കെയാ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഹബീബേ, ഈ 2 കൊല്ലവും 3 കൊല്ലവും പോയി കിടക്കരുത്. നമുക്ക് വേഗം വരണം. അത്യാവശ്യം സമ്പാദിച്ചാൽ നാട്ടിൽ തന്നെ വന്ന് അവൾക്കൊരു ലൈഫ് കൊടുക്ക്. 3 പിള്ളേരുള്ള തള്ള മിഞ്ഞാന്ന് ചാടിപ്പോയി. അല്ലാ കാക്കട്ടെ. 3 പിള്ളേരുള്ള തള്ള ചാടിപ്പോയി. ചാടിപ്പോകുന്നു, റാഞ്ചപ്പെടുന്നു, ഒളിച്ചോടുന്നു. നല്ല പഞ്ചാര വാക്കൊക്കെ കേൾക്കുമ്പോ പെണ്ണുങ്ങൾ വിശ്വസിക്കും. കൊണ്ടുപോയി അവളെ ചൂഷണം ചെയ്യും. എന്നിട്ട് അവളെ പിഴിഞ്ഞ് വലിച്ചെറിയും. അള്ളാഹു കാക്കട്ടെ. ഞാൻ ചിലപ്പോ ചിന്തിക്കാറുണ്ട്, പെണ്ണുങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാ. പക്ഷെ കവികളൊക്കെ അവളെ പറ്റി ചബല അബല എന്നൊക്കെയാ പറഞ്ഞത്, അല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? പെണ്ണുങ്ങൾ സഡൻ ആക്ഷൻ, അവർക്ക് പെട്ടെന്ന് നടപടി എടുക്കാൻ സാധിക്കും. പക്ഷെ അവൾ ആലോചിക്കൂല. ഒരു പുരുഷൻ പുറകെ വന്നിട്ട് ഐ ലവ് യു പെണ്ണേ, ഓ നിന്റെ സൗന്ദര്യം എന്നെ മത്തുപിടിപ്പിക്കുന്നു, നീ സുന്ദരിയാന്ന് പറഞ്ഞ പെണ്ണ് വീണുപോകും. അള്ളാഹു പടച്ചവൻ കാക്കട്ടെ. നമ്മുടെ സ്ത്രീകൾ അച്ചടക്കത്തിൽ ജീവിക്കണം. പക്ഷേ നമ്മളാണ് കുറ്റക്കാർ. നാം മാസങ്ങളും വർഷങ്ങളും പോയി ഗൾഫിൽ പോയി താമസിക്കുകയാണ്, അല്ലേ? ഉമർ റളിയല്ലാഹുവിന്റെ നിയമം സുഹൃത്തുക്കളെ അവിടെ നിന്ന് പ്രഖ്യാപിച്ചു. കിതാബുകളിൽ ഈ സംഭവം നമുക്ക് കാണാം. അള്ളാഹു പടച്ചവൻ നമ്മുടെ ഭാര്യമാരെ സ്വാലിഹീങ്ങളാക്കട്ടെ. അതുകൊണ്ട് ഭാര്യമാർക്ക് നമ്മൾ സ്നേഹം കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലി,
നിങ്ങളിൽ മാന്യനാകുന്നത് കുടുംബത്തോട് മര്യാദയ്ക്ക് നല്ലവണ്ണം പെരുമാറുമ്പോഴാണ്. വാന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ ഭാര്യമാരോട് നന്നായി വർത്തിക്കുന്നു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി ഹദീസിൽ കാണാം. മാ ലറബ റസൂലുള്ളാഹി ഖാദിമൻ വലംറഅതൻ, മുത്തുനബി അവിടുത്തെ ജീവിതത്തിൽ ഒരു വേലക്കാരനെ അടിച്ചിട്ടില്ല, അവിടുത്തെ ഭാര്യമാരെ അടിച്ചിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദംതു, ഞാൻ മുത്തുനബിക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്തു. അവിടുന്ന് മദീനയിൽ വരുമ്പോൾ എനിക്ക് വയസ്സ് 10, അവിടുന്ന് വഫാത്താകുമ്പോൾ എനിക്ക് 20 വയസ്സ്. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടില്ല, ലിശൈഇൻ ഫഅൽതുഹു ലിമ സനഅത, നീ എന്തിനാണ് അത് ചെയ്തത്, വലാ ലിശൈഇൻ ലം അഫ്അൽഹു ഹല്ലാ സനഅത, ചെയ്യാത്ത കാര്യത്തോട് നീ എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. മാ മസസ്തു ദീബാജൻ വലാ ഹരീറൻ അൽയന മിൻ കഫി റസൂലില്ലാഹ്. കണ്ടോ, മുത്തുനബിയുടെ കൈത്തണ്ടയേക്കാൾ മൃദുലമായ ഒരു കൈത്തണ്ട ഞാൻ തൊട്ടിട്ടില്ല, ഏറ്റവും പട്ടുമാറി നിൽക്കും. വലാ ശമംതു റായിഹതൻ, ഞാനൊരു സുഗന്ധവും ആസ്വദിച്ചിട്ടില്ല. അത്യബ മിൻ ഇർഖി റസൂലില്ലാഹ്, മുത്തുനബിയുടെ വിയർപ്പിനേക്കാൾ സുഗന്ധമുള്ള ഒരു സുഗന്ധം ഞാൻ ആസ്വദിച്ചിട്ടില്ല. ആരാ പറയുന്നത്? 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം. സുഹൃത്തുക്കളെ, നാട്ടിൽ നന്നായി പോരാ, വീട്ടിലും നന്നാകണം. ചില ആളുകൾ നാട്ടിൽ നല്ലവരാണ്, വീട്ടിലോ ഈ സാധനത്തെ കാണുമ്പോ തന്നെ പെണ്ണിന് ദേഷ്യവാ. കാരണം എന്താ? ജീവിതത്തിൽ ഇതുവരെ സ്വസ്ഥതയും വീട്ടിൽ സ്നേഹവും കൊടുത്തിട്ടില്ല അവൾക്ക്. അപ്പൊ ഇയാൾ വരുമ്പോഴേ പെണ്ണകത്തോട്ട് ഓടും. പടച്ചവക്കാക്കട്ടെ. പ്രിയപ്പെട്ട ഭർത്താവിനെ കാണുന്നതിന് സിംഹത്തെയും കടുവേനെയും കാണും പോലെയാ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, 55ഉം 60ഉം വയസ്സ് കഴിഞ്ഞ പ്രിയപ്പെട്ട നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ രാത്രി അകന്ന് കഴിയരുത്. വീടിന്റെ 2 മൂലയിൽ കട്ടിലേക്ക് കടക്കരുത്. ഇന്ന് പോയിട്ട് പറയണം, പെണ്ണേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒരുമിച്ച് തന്നെ അൽഹംദുലില്ലാഹ്, അതാ ദാമ്പത്തിക ജീവിതം മരണം വരെ ഒന്നിച്ച് തന്നെ ഐക്യത്തിൽ പോകാൻ കഴിയണം. പിന്നെ ഭാര്യമാർ അല്പം ദേഷ്യമുള്ളവരായിരിക്കും, അല്പം നാവിന് നീളമുള്ളവരായിരിക്കും, നമ്മൾ പൊരുത്തപ്പെടണം. നോക്കൂ, ഒരിക്കൽ ഒരാൾ പരാതി പറയാൻ വന്നു. ഇവിടെ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ പരാതി പറയാൻ വന്നപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ ഉമ്മു കുൽസൂം ഉമർ റളിയല്ലാഹു അൻഹുവിനെ അതാ വിമർശിക്കുകയാണ്, സംസാരിക്കുകയാണ്. അപ്പൊ വന്നയാൾ ഗേറ്റിൽ വരെ വന്നിട്ട് തിരിച്ചുപോയി. ഉമർ റളിയല്ലാഹു അൻഹു കൈകൊട്ടി, ഇങ്ങ് വരീൻ, നിങ്ങൾ എന്തിനാണ് തിരിച്ചു പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ ആഗതൻ പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, എന്റെ ഭാര്യയുടെ നാവിന്റെ നീളം പരാതി പറയാൻ ഇവിടെ വന്നപ്പോൾ അങ്ങയുടെ ഭാര്യ ഉമ്മു കുൽസൂം അങ്ങയെ വിമർശിക്കുന്നത് ഞാൻ അകത്തുനിന്ന് കേൾക്കുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? മോനെ, ഞാൻ അവളോട് മാപ്പ് കൊടുക്കുകയാണ്. അതജാവസു ലഹുന്ന, ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ്. എനിക്ക് അവളോട് ചില കടമകളുണ്ട്. എനിക്ക് എന്റെ ഭാര്യയോട് 5 കടമകളുണ്ട്. ഞാൻ അതുകൊണ്ട് അവൾക്ക് മാപ്പ് കൊടുക്കുകയാണ്. ഒന്നാമത്തെ കടമ, അതാ ഉമർ അൽ ഫാറൂഖ് പറയുകയാണ്, അവൾ ഇന്നഹാ സിത്റുൻ ബൈനി വ ബൈനൻ നാർ, അവളാണ് നരകത്തിൽ പോവാതെ എന്നെ സൂക്ഷിക്കുന്നത്. അവൾ ഒരു മറയാണ്, ഹിജാബാണ്, കർട്ടനാണ്. അവളെ കൊണ്ടാണ് എന്റെ ഹൃദയം അടങ്ങുന്നത്. ഫബിഹാ യസ്കുനു ഖൽബി, എന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടുന്നത് അവളിലൂടെയാണ്. അവളെ ഓർത്തിട്ടാണ് ഞാൻ കണ്ണുവരെ സൂക്ഷിക്കുന്നത്. ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തത്, എന്റെ കുഞ്ഞുങ്ങളെ മുഴുവനും നൊന്തു പ്രസവിച്ച് എന്റെ കുഞ്ഞുങ്ങൾക്ക് തള്ളക്കോഴിയാണ് അവളാണ് അഭയം കൊടുക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങളെ മുഴുവനും നോക്കി സംരക്ഷിച്ച് സ്കൂളിൽ വിടുന്നത് അവളാണ്. അതുകൊണ്ട് ഞാൻ അവൾക്ക് മാപ്പാക്കി കൊടുക്കുക. തീർന്നില്ല, എന്റെ വസ്ത്രങ്ങൾ അവൾ കഴുകി തരുന്നു, അയൺ ചെയ്തു തരുന്നു. നാലാമത്തത്, അവളാണ് എന്റെ ഫുഡ് മേക്കർ, അവളാണ് എനിക്ക് പത്തിരി ചുട്ട് തരുന്നത്, ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. അഞ്ചാമത്തത്, എന്റെ ബാങ്കാണ് അവൾ. ഞാൻ വിശ്വസിച്ച് താക്കോല് കൊടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ സമ്പത്ത് മുഴുവനും സൂക്ഷിക്കുന്നത് അവളാണ്. ഇത് പണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ താക്കോല് കൊടുത്താൽ അവളെല്ലാം എടുത്തോണ്ട് സ്ഥലപ്പെടും. അള്ളാഹു പടച്ചവൻ ഈ 5 സിഫത്തും നോക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു, നൊന്ത് പ്രസവിച്ച് മുല കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം സ്കൂളിൽ വിടുന്നു. രാവിലെ 9 മണിയാകുമ്പോൾ 3 തലവേദനയാ, അല്ലെ?
രാവിലെ 9 മണിക്ക് 3 തലവേദനയാണ്. ഒന്ന് കെട്ടിയവനെ പറഞ്ഞേക്കണം, 2 കുഞ്ഞുങ്ങളെ പറഞ്ഞേക്കണം, പിന്നെ 3ാമത്തെ സ്കൂൾ ബസ് വരും, അത് 3ാമത്തെ തലവേദനയാണ്. അല്ലേ? എന്തെല്ലാം പാടുപെടുന്നു ഈ പെണ്ണുങ്ങൾ. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, അവള് ബാധ്യതയാണോ അതിന്? അല്ല, നമ്മൾ വിളക്കാരി വെച്ച് കൊടുക്കണമെന്നാ. പെണ്ണിന് ഭക്ഷണം, പെണ്ണിന് പാർപ്പിടം, പെണ്ണിന് വേലക്കാരി, പെണ്ണിന് പല്ലുകുത്തി, പെണ്ണിന് തലയത്തേക്കാൻ എണ്ണ ഒക്കെ കൊടുക്കണം. നമ്മള് കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം ആദ്യമേ അമ്മോച്ചങ്ങാക്കാട്ട മേടിച്ചിട്ട് കൊടുക്കുക. നേരത്തെ മേടിച്ചേക്കല്ലേ. സ്വിഫ്റ്റ് താ, നിങ്ങളുടെ മകൾക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള പൈസ താ. 5 ലാഖ്. ഇവിടെയൊക്കെ പോക്കറ്റ് മണി ഭയങ്കരമാണെന്ന് എനിക്കറിയാൻ സാധിച്ചത്. എനിക്കറിയാം. ഇപ്പൊ ഞാൻ ഓർക്കാം, കൊല്ലത്തിന് പെണ്ണെട്ടാൻ പറ്റിയില്ലല്ലോ. മനസ്സിലായില്ലേ? ഞാനിങ്ങനെ എന്റെ ഭാര്യയോട് ചോദിച്ചു, ഒരു കല്യാണം കൂടെ കഴിച്ചോട്ടെ. അപ്പൊ ഭാര്യ പറയാ, പഴയ ഗ്ലാമറൊന്നുമില്ല, നരയൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞു. എനിക്ക് സുഹൃത്തുക്കൾ ആര് പറഞ്ഞാലും നമുക്ക് സഹിക്കാം. നമ്മുടെ ഭാര്യ നമ്മളോട് പറയാ പഴയ ഗ്ലാമറിലെന്ന് പറയാൻ നമുക്ക് സഹിക്കാൻ പറ്റുമോ? കാന്തന് കാന്തി കുറഞ്ഞത് കാണുമ്പോൾ കാന്തമാർ കാന്തിയും മങ്ങുമല്ലോ. ഭർത്താവിന്റെ ഗ്ലാമർ കുറഞ്ഞു കാണുമ്പോ ഭാര്യയുടെ മുഖത്തിന് പാട്ടോ, അല്ലേ? പക്ഷെ ഗ്ലാമർ എപ്പോഴും നിലനിൽക്കുവോ? സുഹൃത്തുക്കളെ, ഈ കവളെല്ലാം കുട്ടി ഉണങ്ങും, പല്ലെല്ലാം കൊഴിയും, അതാ വെള്ളിക്കമ്പികൾ ശരീരത്തിൽ കയറി വരും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പര്യാപ്തമായ ഒരു പ്രായം നിങ്ങൾക്ക് നാം തന്നില്ലേ? വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലേ? നദീർ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അശ്ശൈബ്, നരയാണ്. നരയും വന്നില്ലേ? ഉമർ റളിയല്ലാഹുവിന്റെ താടി നരച്ചപ്പോ ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തു? ഉപദേശിനെ പിരിച്ചുവിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇനി ഉപദേശം എനിക്ക് വേണ്ട, എന്റെ ആഖിറം, എന്റെ ഖബർ ഓർമ്മിപ്പിക്കാൻ അതാ എന്റെ താടിയും മീശയും നരയ്ക്കാൻ തുടങ്ങി. ഇനി നമ്മൾ 5 നേരം നിസ്കരിച്ച് തൗബ ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഇസ്തിഗ്ഫാർ ചെയ്ത് ദാ നരയ്ക്കാൻ തുടങ്ങി. പഴയ ഗ്ലാമറൊന്നും ഇല്ല. ഈ നര താക്കീതുകാരനാ. ആദ്യമായി നരച്ചതാർക്ക? ഇബ്രാഹിം നബിക്ക് അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമിന് നര വന്നപ്പോൾ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ മാഹാദാ. അള്ളാഹു പറഞ്ഞു, ഹാദാ നൂർ, ഇതെന്റെ വെളിച്ചമാണ്. വെളിച്ചമാ? അപ്പൊ ഇബ്രാഹിം നബി എന്ത് പറഞ്ഞു? എന്നാൽ സിദ്നി നൂറാ, നിന്റെ വെളിച്ചം നീ എനിക്ക് കൂട്ടിത്താ. ഫലമ്മാ അസ്ബഹ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അടുത്ത പ്രഭാതമായപ്പോൾ മുഴുവൻ നരച്ചു എന്ന് കിതാബിൽ എഴുതി വച്ചിരിക്കുന്നു. നമ്മളാണെങ്കിലോ ആദ്യം ഒരു മുടി നരയ്ക്കുമ്പം ഉസ്താദിനോട് പറയും ഇറുക്കി വിട്ടേക്കാൻ പറയും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആവുമ്പോ ഉസ്താദിനോട് പറയും അത് അകത്തേക്ക് വെച്ചേക്കാൻ പറയും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുമ്പോ എവിടെന്നെങ്കിലും ഈ കറുത്ത പെയിന്റ് ഇല്ലേ, എന്താണ് പേര്, ഡൈ, അതങ്ങ് ചായം പൂശും. പണ്ട് നമ്മുടെ പള്ളിയിലൊക്കെ 1-2 സഫൊക്കെ നല്ല നരച്ചവരാ. ഇപ്പൊ നരച്ചവരുണ്ടോ? പണ്ട് ഒരു ബാബ പറഞ്ഞു, പടച്ചവനെ ഉസ്താക്കന്മാർക്ക് എവിടെ നിന്നാണോ അവർക്ക് മസലുണ്ട്. എന്റെ ഒരു സ്വർണ്ണമാല പോയി ഉസ്താദിന്റെ കയ്യിൽ എത്തല്ലേ ദ്വാരം. എന്താ അതൊരു പക്ഷെ മസല കാണും. പക്ഷെ ഇത് നല്ല കറുത്ത താടി തന്നെയാട്ടോ, ഇത് കയ്യൊന്നുമല്ല. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ അങ്ങനെയാ. വയസ്സാകുന്നത് ഇഷ്ടമല്ല, നരയ്ക്കുന്നത് ഇഷ്ടമല്ല, അതിനെ മൂടി വെക്കും. നാം അതിനെ കത്രി കൊണ്ട് ഇറുക്കി വിടും. ഹബീബേ, യാഥാർത്ഥ്യം ഒരു ദിവസം സംഭവിക്കും. മരണം നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇമാം ശാഫിഈ തങ്ങൾ പാടി, കുല്ലും റിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. എല്ലാ മനുഷ്യരും അതാ വീടുകളിൽ സന്തോഷത്തിൽ കഴിയുന്നു. മരണം ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപസ്ഥനാണ്. അള്ളാഹു പടച്ചവൻ തൗബ ചെയ്യാൻ ഇസ്തിഗ്ഫാർ ചൊല്ലി ഇൻഷാ അല്ലാഹ് റാഹത്തായിട്ട് ഏതായാലും പോകുമ്പോ നല്ല പുഞ്ചിരിച്ച് തൗബയൊക്കെ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിച്ചു ചൊല്ലി റാഹത്തായിട്ട് പോകണം. ആ റൂഹ് എങ്ങോട്ട് പോകണം? ആ റൂഹിനെയും കൊണ്ട് മലക്കുകൾ അനന്തമായ ആകാശത്തിലൂടെ നീന്തി തുടിച്ച് എല്ലീനിൽ എത്തണം, അല്ലേ? വന്നാസിആതി ഗർഖാ വന്നാശിതാതി നഷ്താ വസ്സാബിഹാതി സബ്ഹാ. പരിശുദ്ധ ഖുർആൻ. വന്നാസിആതി, വലിച്ചൂരിയെടുക്കുന്ന, ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വലിച്ചൂരിയെടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. കണ്ടോ?
ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പാരുഷ്യത്തോടെ വലിച്ചൂരിയെടുക്കുന്ന മലക്കുകൾ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മൃദുലമായി പിടിക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. കുഴച്ച മാവിൽപ്പെട്ട നൂല് മുടിയെടുക്കും പോലെ, കൂജയിലെ വെള്ളം ഒഴിക്കും പോലെ അതാ മുഅ്മിനീങ്ങളുടെ അർവാഹുകളെ മലക്കുകൾ മെല്ലെ പിടിച്ചെടുക്കും. സ്വർഗത്തിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ മെല്ലെ ഊരിയെടുക്കും. എന്നിട്ട് ഈ അർവാഹുകളെ, ഈ റൂഹുകളെ മലക്കുകൾ കയ്യിലെടുത്തിട്ട് അതാ നീന്തുകയാണ് അള്ളാഹുവിലേക്ക്. അനന്തമായ പ്രകാശ വർഷങ്ങൾ പിന്നിട്ട് ഈ റൂഹിനെയും കൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് നീന്തുന്ന മാലാകമാരെ തന്നെയാണ് സത്യം. മക്കളെ, നിങ്ങൾ എത്ര ഡിഗ്രി പഠിച്ചാലും ബിടെക് എടുത്താലും കമ്പ്യൂട്ടർ എടുത്താലും ശരി, മരണം ഉറപ്പാ. ആറിനോട് ടോയംബിയോട് ചോദിച്ചു എന്താണ് ജീവന്റെ മരണം എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ജീവന്റെ രഹസ്യം തന്നെ അറിയില്ല, പിന്നെയല്ലേ മരണത്തിന്റെ രഹസ്യം കണ്ടെത്തുക. അള്ളാഹു പടച്ചവൻ ആഖിറത്തെ പറ്റി ചിന്തിക്കാൻ പടച്ചവൻ തൗഫീക്ക് തരട്ടെ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയ്ക്ക് മാപ്പ് കൊടുക്കുകയാണ്, എന്നെ അവൾ വിമർശിക്കട്ടെ, അവൾക്ക് അതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ ഒന്നുകൂടി പറയുന്നു, വിവാഹ ജീവിതം അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഒരു ധാരണയിൽ പോവുക, പരസ്പരം നമ്മൾ മനസ്സിലാക്കുക, ധാരണയിൽ പോവുക, അവളെ ഉപദേശിക്കുക, അതുപോലെ നാം അവൾക്ക് സ്നേഹം കൊടുക്കുക. ഇത് പറയുമ്പോൾ പെണ്ണിന് ഇങ്ങോട്ട് ഒരു ഹക്കും ഇല്ലെന്ന് മനസ്സിലാക്കരുത്. ഹക്കുണ്ട്, പെണ്ണിന് ഹക്കുണ്ട്. നോക്കൂ, ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹു സിറിയയിൽ നിന്ന് വരികയാണ്. മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് സുജൂദ് ചെയ്തു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ ഹാദാ യാ മുആദ്, ഇതെന്താ ഇത്? അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ സിറിയയിൽ ചെന്നപ്പോൾ അവിടത്തെ ക്രൈസ്തവർ അവരുടെ പുരോഹിതന്മാർക്ക് സാഷ്ടാംഗം ചെയ്യുന്നത് കണ്ടു. അങ്ങ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവനല്ലേ, നേതാവല്ലേ, അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്തതാണ്. അപ്പോൾ മുത്തുനബി പറഞ്ഞു, ഞാൻ ലൗകുന്തു ആമിറൻ അൻ യസ്ജുദ ലി അഹദിൻ, ഞാൻ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഒരു പെണ്ണ് ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിന് എത്രമാത്രം ഒരു ഭർത്താവിനോട് കടമകൾ നിർവഹിക്കണമെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ഒരുപാട് ഹദീസുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു പെണ്ണ് സ്വർഗത്തിൽ കടക്കാൻ മാനദണ്ഡം പ്രിയപ്പെട്ട പ്രിയതമന്റെ പൊരുത്തമാണ്. ഒരു പെണ്ണ് മരിച്ചാൽ ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി മരണപ്പെട്ടാൽ മുത്തുനബി പറഞ്ഞു, അവൾ സ്വർഗത്തിലാണ്. ഭർത്താവിന്റെ പൊരുത്തം സ്വീകരിച്ച് ഒരു ഭാര്യ മരണപ്പെട്ടാൽ അവൾ സ്വർഗത്തിലാണ്. എന്നാൽ ഭർത്താവിനെ വെറുപ്പിച്ചുകൊണ്ട് അവൾ കഴിയുകയാണെങ്കിൽ മലക്കുകൾ അവളെ ശപിക്കും. അല്ലാഹു കാക്കട്ടെ. ഭർത്താവിന്റെ ഇഷ്ടമില്ലാതെ, അനുവാദമില്ലാതെ ഒരു പെണ്ണ് അയ്യുമംറഅത്തിൻ ഖറജത്ത് ഖാരിജൽ ബൈത്ത്, വീടിന്റെ പുറത്തേക്ക് പോയാൽ ലഅനഹ മലകുൻ ഫിസ് സമാ കാരിഹുൻ ലഹാ സൗജുഹാ, ഭർത്താവിന്റെ അതൃപ്തിയോടുകൂടി ഒരു പെണ്ണ് പുറത്തേക്ക് പോയി ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വന്നാൽ, നീ നടന്ന പ്രദേശങ്ങളിലുള്ള വസ്തുക്കളെല്ലാം വകുല്ലമാ മറത്ത് അലൈ, നിന്നെ ശപിക്കും. ആകാശത്തുള്ള മലക്കുകളെല്ലാം നിന്നെ ശപിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ചില പെണ്ണുങ്ങൾക്ക് ഇറങ്ങി നടക്കണം, ഷോപ്പിംഗ് പർച്ചേസ് അവള് തന്നെ പോണം. മനസ്സിലായില്ലേ? ഭർത്താവ് എത്ര പറഞ്ഞാലും അനുസരിക്കൂല. ചില പെണ്ണുങ്ങൾക്കോ മച്ചാ കൊണ്ടുപോയി കൊടുക്കുന്ന അത് മതി. ഓ, നിങ്ങൾ സെലക്ഷനും എടുക്കനാ, എന്നെ മാത്രം സെലക്ഷൻ ചെയ്തോളൂ, ഇഷ്ടപ്പെടാനേ ഉള്ളൂ അല്ലേ? ചില ആളുകൾ പറയും, എനിക്ക് സെലക്ട് ചെയ്യാൻ അറിയാം, പക്ഷെ നിന്നെ സെലക്ട് ചെയ്തപ്പോ തെറ്റുപറ്റിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, ആണുങ്ങൾ കൊണ്ടുവരുന്നത് പോരെ അല്ലേ? അത് പക്ഷെ അതും സ്ത്രീകൾ തൃപ്തിപ്പെടൂല. അവരെ ഷോപ്പിങ്ങിന് വിടണം, പർച്ചേസിന് വിടണം, എന്നാലേ അവർക്ക് റാഹത്താവും. ഭർത്താവിന്റെ പൊരുത്തത്തോടു കൂടി പോകണം. ഭർത്താവിനെ വെറുപ്പിച്ചുകൊണ്ട് ഒരു പെണ്ണും പുറത്തു പോകരുത്. അല്ലാഹു തആല പടച്ചവൻ അനുസരിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരസ്പരം ധാരണയിൽ മുന്നോട്ട് പോകണം. കുടുംബജീവിതം ഒരു മഹത്തായ ഉടമ്പടിയാണ്, ധാരണയാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്.
കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അള്ളാഹു പടച്ചവൻ ഭർത്താവിന്റെ കടമകൾ മനസ്സിലാക്കാനും ഭാര്യയുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താനും അള്ളാഹു ദമ്പതികളായ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ആ കുടുംബത്തിലാണ് സന്തോഷം കളിയാടുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് ലയിച്ചു ചേരാൻ, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു നിങ്ങളുടെ ഇടയിൽ സ്നേഹവും കാരുണ്യവും കരുപിടിപ്പിച്ചില്ലേ. പരിശുദ്ധ ഖുർആൻ കണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഏതോ അന്യ കുടുംബത്തിൽ നിന്ന് അതാ വിവാഹത്തിലൂടെ നമ്മുടെ ലൈഫ് പാർട്ട്ണറായി, നമുക്ക് അതാ കുഞ്ഞുങ്ങളുണ്ടായി, ആ കുടുംബ ജീവിതത്തിൽ അതാ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നു. ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് ലയിച്ചു ചേരാൻ, നിർവൃതി അടയാൻ. ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന്, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് നിർവൃതി കിട്ടണം. അപ്പോഴേ നല്ല കുടുംബജീവിതമാകൂ. അള്ളാഹു പടച്ചോ നമ്മുടെ കുടുംബജീവിതത്തിൽ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും മാതൃക നമ്മുടെ മുത്താണ്, പ്രവാചകനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ പറ്റി ഞാൻ അല്പം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്പനേരം കൂടി നിങ്ങൾ ഇരിക്കുകയും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നമ്മളിലേക്ക് വന്നു. അവിടുത്തെ പ്രബോധനം എല്ലാവരും ഹിദായത്തിലാകാൻ നബി ആഗ്രഹിച്ചു. എല്ലാവരും സ്വർഗത്തിൽ വരാൻ നബി തിരുമേനി ആഗ്രഹിച്ചു. അള്ളാഹു പടച്ചോ നമ്മളെല്ലാം ഹിദായത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുന്ന് പറഞ്ഞു, മസലീ വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം തീ കത്തിച്ച മനുഷ്യനെ പോലെയാണ്. തീ കണ്ടപ്പോൾ, വെളിച്ചം കണ്ടപ്പോൾ ചിത്രശലഭങ്ങളും പ്രാണികളും അതിൽ വന്ന് വീണ് കരിയാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ മണിക്കുത്തിൽ പിടിക്കുകയാണ്. നിങ്ങൾ മാർഗഭ്രംശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു, വഴിയറിയാതെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു, നിങ്ങൾ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഞാൻ നിങ്ങളുടെ മടിക്കുത്തിൽ പിടിച്ചു, നിങ്ങൾക്ക് പ്രബോധനം നൽകി, നിങ്ങളെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ ഞാനിതാ നിങ്ങൾക്ക് പ്രബോധനം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ തമ്മിലുള്ള ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്ക ജീവിതത്തിൽ മുഴുവനും പീഡനങ്ങൾ സഹിച്ചു. അള്ളാഹുവിന്റെ റസൂൽ മർദ്ദനങ്ങൾ സഹിച്ചു, വിമർശിക്കപ്പെട്ടു. തായിഫിൽ ചെന്നപ്പോ കല്ലേറുണ്ടായി, അല്ലേ? ഒരു ദിവസം മുത്തുനബി മസ്ജിദുൽ ഹറാമിലേക്ക് വരികയാണ്. വന്ന് നമസ്കരിക്കാൻ കൈകെട്ടുന്നു. കാബയുടെ മറുഭാഗത്ത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യുകയാണ് റളിയല്ലാഹു അൻഹു. കാബയുടെ മറുഭാഗത്ത് അബൂജഹലുണ്ട്, ഉത്ബയുണ്ട്, ഷൈബയുണ്ട്, വലീദുണ്ട്, ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തുണ്ട്. അപ്പോൾ നബിയെ കളിയാക്കിക്കൊണ്ട് അബൂജഹൽ ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ ഒട്ടകത്തിന്റെ പിണ്ടം കൊണ്ടുവന്ന് പ്രവാചകന്റെ കഴുത്തിലിടാൻ? ഉഖബ എഴുന്നേറ്റു, ഞാൻ തയ്യാറാണെന്ന്. ദുഷ്ടൻ. അയാൾ ചെന്നു, ഒട്ടകത്തിന്റെ പിണ്ടം കൊണ്ടുവന്ന് സുജൂദിൽ കിടക്കുന്ന പ്രവാചകന്റെ കഴുത്തിലേക്ക് കൊണ്ടുവന്നിട്ടു. അല്ലാഹുവിന്റെ റസൂലിന് ശിരസ് ഉയർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഫാത്തിമ ഓടി വന്നു, കരയുകയാണ്. പക്ഷേ ആ കൊച്ചു ബാലികയ്ക്ക് അത് പൊക്കാൻ കഴിഞ്ഞില്ല. യുവാക്കളായ സഹാബാക്കൾ വന്നു, അതിനെ എടുത്തു മാറ്റുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഫാത്തിമയെ ആശ്വസിപ്പിക്കുകയാണ്. മോളെ, നീ കരയാതെ പോ, അള്ളാഹു നിന്റെ ഉപ്പയെ രക്ഷിക്കും മോളെ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവം മഹാകവി വള്ളത്തോൾ തന്റെ സാഹിത്യമഞ്ജരിയിൽ പറയുന്നു. അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പോതി തിരുവങ്കഴുത്തിൽ ഒരുട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളു നമുക്ക് ഭാഗ്യം. മാലാർന്നു കേഴും മകളെ തലോടിക്കൊണ്ടാശ്വസിപ്പിച്ചു സുശാന്തശീലൻ. നിന്നിന്നച്ഛനെ കാത്തരുളാതിരിക്കില്ലല്ലാഹു പാഴിൽ കരയായിക കുഞ്ഞേ. അല്ലാഹുവിന്റെ റസൂൽ അതാ ഫാത്തിമയെ ആശ്വസിപ്പിക്കുകയാണ്. നമ്മൾ അവരെ പൊക്കുന്നതല്ല, അള്ളാഹുവിന്റെ റസൂലിനെ എല്ലാവരും പഠന വിധേയമാക്കിയിട്ടുണ്ട്. എല്ലാവരും നബിയെ പറ്റി പറഞ്ഞത് എന്താ? സുശാന്തശീലൻ, നരസ്നേഹി, അല്ലേ? നാരായണ ഗുരു നബിയെ പറ്റി പറഞ്ഞത് കരുണാവാൻ നബി മുത്തുരത്നമോ, അല്ലേ? അപ്പൊ സഹോദരന്മാരെ, ഈ അടുത്ത കാലത്താണ് ചിൻവാദ് പാലം അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി വിമർശിച്ച് ന്യൂമാൻ കോളേജിലെ ജോസഫ് സാറ് എന്താ നബിയെ പറ്റി ബികോം സെക്കൻഡ് ഇയർ അല്ലെ ഇന്റേണൽ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ എഴുതി. സത്യം പറഞ്ഞാൽ അയാളെ പറ്റി അറിയാവുന്ന ആളാണ് ഞങ്ങളുടെ MLA, പൂഞ്ഞാറിന്റെ MLA. അദ്ദേഹം MLA എന്നോട് പറഞ്ഞതാണ്, കടുത്ത വർഗീയത ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നാണ് പറഞ്ഞത്. ആ മുസ്ലിങ്ങളോട് ഭയങ്കര വിദ്വേഷമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയുള്ള ചോദ്യപേപ്പർ എഴുതിയത്. ചോദ്യപേപ്പർ എന്റെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾ ചോദ്യപേപ്പർ കണ്ടിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, അത് ഈ വേദിയിൽ വെച്ച് പറയാൻ പറ്റത്തില്ല. വളരെ പ്രവാചകനെ താറടിക്കുന്നതാണ്. മുഹമ്മദ് എന്ന് എഴുതിയിരിക്കുന്നു അദ്ദേഹം.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന് എഴുതിയിരിക്കുന്നു. ദൈവമേ ദൈവമേ. ഉടനെ ദൈവം തിരിച്ചു ചോദിക്കുന്നു, എന്താടാ നായിന്റെ മോനെ എന്ന്. ഇനി അദ്ദേഹം ഉദ്ദേശിച്ചത് സുഹൃത്തുക്കളെ PT കുഞ്ഞു മുഹമ്മദിന്റെ കഥാപാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ദൈവം തിരിച്ച് തന്റെ സൃഷ്ടിയോട് എന്താടാ നായിന്റെ മോനെ ചോദിക്കുവോ? ഒരു സാധാരണ മുഹമ്മദാണെന്ന് സങ്കല്പിക്കാം. എന്നാൽ ദൈവം തന്റെ സൃഷ്ടിയോട് ഇതുപോലുള്ള, ഞാൻ ചോദിക്കട്ടെ, ഒരു പുരാതനമായ ഒരു കോളേജ്, എല്ലാ മതവിഭാഗങ്ങളും സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു കേന്ദ്രമാണ് തൊടുപുഴ. ആ സ്ഥാപനത്തിലെ ഒരു ഉയർന്ന ഡിഗ്രിയുള്ള പ്രൊഫസർ തന്റെ ഭാവി, ആരാണ് വിദ്യാർത്ഥികൾ? ഭാവി പൗരന്മാരാണ്. അവരെ വാർത്തെടുക്കേണ്ട ജോസഫ് സാറ്, സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന് എന്തു പറ്റിപ്പോയി? അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ, മാർഗദർശനം കൊടുക്കട്ടെ. എന്നിട്ട് പിന്നെ എഴുതിയത്, ദൈവമേ ഒരയല എത്ര കഷ്ണമാക്കാം? അപ്പൊ ദൈവം 3 കഷ്ണമാക്കാമെന്ന് നിന്നോട് പറഞ്ഞില്ലേടാ നായിന്റെ മോനെ. വീണ്ടും അപ്പൊ ഇയാൾക്ക് എന്തോ നായിന്റെ മോനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇയാളുടെ വെരി ബാഡ് കൾച്ചറാണ്, അയാളിലുള്ള വർഗീയതയാണ് അയാൾ ചോദ്യ പേപ്പറിലൂടെ പുറത്താക്കിയത്. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള പല ആളുകളും അന്നും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിച്ചവർ. പക്ഷേ അതുകൊണ്ട് ഇസ്ലാമിനോ മുസ്ലിം സമൂഹത്തിന്റെ ഗാത്രത്തിനോ ഒരു പോറലും ഏൽക്കുകയില്ല. നോക്കൂ, ബറാഖ് ഹുസൈൻ ഒബാമ അല്ലേ, അദ്ദേഹം ഈജിപ്തിൽ 18 ദിവസമായി തഹരീർ ചത്വര സ്ക്വയറിൽ അതാ ലക്ഷോപലക്ഷം യുവാക്കൾ 30 വർഷം ഈജിപ്തിനെ അടക്കി ഭരിച്ച ഫറോവയാണ് ഹുസ്നി മുബാറക്ക്. ഹുസ്നി മുബാറക്ക് എപ്പോഴും ഇസ്രായേലിന്റെ ശിങ്കിടിയാണ്. ഹുസ്നി മുബാറക്ക് താഴെ ഇറങ്ങുന്നത് വരെ ഒബാമ ഇങ്ങനെ ആടിക്കളിച്ചു അല്ലെ. ഹുസ്നി മുബാറക്ക് താഴെ വീണപ്പോ മുനാഫിക്കിന്റെ റോളിൽ അമേരിക്ക പ്രത്യക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതാണ് അമേരിക്ക. എപ്പോഴും സാമ്രാജ്യത്വം കടുത്ത കാപട്യമായിരിക്കും പുലർത്തുക. മുസ്ലിം ലോകത്തിൽ തിരിച്ചറിഞ്ഞാൽ മതി. അള്ളാഹു പടച്ചവൻ ലോകത്തിൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ 100 കണക്കിന് പള്ളികളാണ്. സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി ഇന്ന് ഇറ്റലിയിലാണ്, റോമിലാണ്. ബെനഡിക്റ്റ് 16-ാമന്റെ റോമിലാണ് ഏറ്റവും വലിയ പള്ളി. അള്ളാഹുവിന്റെ അതാ തൗഹീദ് ബാങ്കുലി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ വളർച്ച ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇസ്ലാമിനെ പഠിക്കുക, ഖുർആൻ പഠിക്കുക. നിങ്ങൾ സയൻസും ടെക്നോളജിയും ആർജിക്കുക. ഈമാൻ വലത് കൈയിൽ, ഇടത് കൈയിൽ ടെക്നോളജി. ഒരു രംഗത്ത് നിന്നും നിങ്ങൾ പുറകോട്ട് പോകരുത്. നല്ല മാതൃകാ കുടുംബം നിങ്ങൾ സൃഷ്ടിക്കണം. സ്ത്രീധനം മാത്രം നോക്കരുത്. സ്ത്രീ തന്നെ ധനമാണ്. നല്ലൊരു സ്ത്രീ ധനമല്ലേ? സ്വാലിഹത്തായ ഭാര്യ, അവൾ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അള്ളാഹു നമുക്കത് നിരട്ടെ. പിന്നെ ഒരു പെണ്ണ് കൊണ്ടുവരുന്നത്, ഞാൻ ചോദിക്കട്ടെ, സ്ത്രീധനം നമുക്ക് ഹറാമെന്ന് പറയാൻ കഴിയില്ല, സ്ത്രീധനം ഹലാലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വിവാഹമോചനം നടക്കുമ്പോൾ എന്തിനാ അത് തിരിച്ചു മേടിക്കുന്നത്? എന്തിനാ തിരിച്ചു മേടിക്കുന്നത്? അല്ല സാറേ, വിവാഹമോചനം നടക്കുമ്പോൾ അമ്മോച്ചൻ കണക്ക് പറഞ്ഞ് ജമാഅത്ത് കമ്മിറ്റിയുടെ അടുക്കൽ വന്നിട്ട് ഞാൻ 50 പവനും കൊടുത്തു 3 ലക്ഷവും കൊടുത്തു എന്ന് പറയുന്നുണ്ട്, തിരിച്ചു മേടിക്കുന്നുണ്ടല്ലോ. സ്ത്രീധനം ഹലാലായ ഹദിയ ആണെങ്കിൽ എന്തിനാ തിരിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ട് ഡിമാൻഡ് വെക്കരുത്. ഡിമാൻഡ് ഇല്ലാതെ ഒരു പെണ്ണിന്റെ ആദർശ നിഷ്ഠ കണ്ട് അൽഹംദുലില്ലാ മറ്റു കാര്യങ്ങൾ പരിഗണിക്കാമെന്നേ ഉള്ളൂ. ദീനിന് സ്ഥാനം കൊടുക്കണം. ഒരു ഹദീസ് കൂടി പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. മുത്തുനബി പറഞ്ഞു, ഫലാ തസവ്വജൂഹുന്ന ലിഹുസ്നിഹിന്ന, പെണ്ണിനെ അവളുടെ സൗന്ദര്യം മാത്രം നോക്കി വിവാഹം ചെയ്യരുത്. ഫഅസാ ഹുസ്നുഹുന്ന അയ്യുർദിയഹുന്ന, പെണ്ണിന് അവളുടെ സൗന്ദര്യം പരീക്ഷണമാണ്, അവളെ നാശത്തിലേക്ക് നയിക്കാം, അവൾക്ക് ഈഗോ ഉണ്ടാകാം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫലാ തസവ്വജൂഹുന്ന ലിഅംവാലിഹിൻ, സമ്പത്ത് മാത്രം നോക്കി നിങ്ങൾ കല്യാണം കഴിക്കരുത്. ഫഅസാ അംവാലുഹുന്ന അൻ തുതഗിയഹുന്ന, അവളുടെ സമ്പത്ത് അവളെ അതിക്രമത്തിലേക്ക് പ്രേരിപ്പിക്കാം. വലഅമത്തുൻ ഖർമാഉ സൗദാഉ ലാതു ദീനിൻ അഫ്ളലു, മുത്തുനബി പറയുകയാണ്, 2 കാലും കൈയും മുറിക്കപ്പെട്ട കറുത്ത ദീനുള്ള പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വൈകല്യമുണ്ട്, വിരൂപിണിയുമാണ്, പക്ഷെ അവൾക്ക് ദീനുണ്ടെങ്കിൽ അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. മറുഭാഗത്ത് ദീനില്ല, അവയവങ്ങൾ പൂർണ്ണമാണ്, സുന്ദരിയാണ്, ദീനില്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് ഈ കറുത്ത വൈകല്യമുള്ള പെണ്ണാണെന്ന് പഠിപ്പിച്ചു നബി തിരുമേനി. കാരണം കുടുംബത്തിൽ സന്തോഷം, കുടുംബത്തിൽ ഭദ്രത, ഇതാണ് വിവാഹത്തിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. വംശവർദ്ധനവും
അല്ലാഹു പടച്ചവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ യസ്സിർ അസീറനാ വസഹിൽ ഉമൂർ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ യാ വാജിബൽ വജൂദ് വയാ വാഹിബൽ ഖൈർ അഫിൽ അലൈനാ മിൻ അൻവാരി റഹ്മതിക്. അല്ലാഹുമ്മ യസ്സിർ ലനൽ വസൂല ഇലാ കമാലി മഅരിഫതിക്. അർഹമർ റഹീമീനായ തമ്പുരാനെ, നീ പുറത്തു തരണേ അല്ലാഹ്. നീ ആഫിയത്തും ദീർഘായുസ്സും തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാൻ കാമിലാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, ഹിദായത്തിന്റെ അഹ്ലുകാരാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഹബീബിനെ സർവത്തെക്കാളും സ്നേഹിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. മുഴുവൻ ജനങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും നിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്തും യോജിപ്പും തരണേ അല്ലാഹ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. മാരകവും നിന്ദ്യവുമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ, തലചായ്ക്കാൻ കുടിലില്ലാത്തവർക്ക് നീ ഭവനം നൽകണേ റഹ്മാനെ. ദാമ്പത്തിക വല്ലരിയിൽ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ജീവിതത്തിൽ പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ മരണം നീ കാണിക്കല്ലേ അല്ലാഹ്. ദീർഘായുസ് നീ തരണേ അല്ലാഹ്. നല്ല മക്കളാക്കി തരണേ അല്ലാഹ്. വിദ്യാഭ്യാസമുള്ള മിടുക്കന്മാരും മിടുക്കികളുമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് തരണേ അല്ലാഹ്. ഹാസിദിന്റെ അസൂയയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആയിനിന്റെ കണ്ണേറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. സാഹിറിന്റെ മാരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിച്ചു തരണേ അല്ലാഹ്. കിബറില്ലാത്ത ഹൃദയം തരണേ അല്ലാഹ്. ഹസദില്ലാത്ത ഹൃദയം തരണേ അല്ലാഹ്. ഞാനെന്ന ഭാവം മാറ്റി തരണേ അല്ലാഹ്. വിനയാന്വിതരാക്കണേ അല്ലാഹ്. പരസ്പരം സഹായിക്കുന്നവരാക്കണേ അല്ലാഹ്. മഹല്ലിലും സമുദായത്തിലും കുഴപ്പമുണ്ടാക്കുന്നവരാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, മർക്കട മുഷ്ടിക്കാരാക്കല്ലേ അല്ലാഹ്. ധാർഷ്ട്യമുള്ളവരാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, സമൂഹം ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നവരാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. അഫ്ഗാനിലും ഇറാഖിലും കശ്മീരിലും ഫലസ്തീനിലും നിന്റെ സഹായം നീ ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ കഅബ കാണാനും തവാഫ് ചെയ്യാനും ആരംഭപ്പൂവിന്റെ റൗളയിലെത്തി സലാം പറയാനും സിയാറത്ത് ചെയ്യാനും തൗഫീഖ് തരണേ അല്ലാഹ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ട് മുത്തിന്റെ അടുക്കൽ പോവാതെ, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള സിയാറത്ത് ചെയ്യാതെ തിരിച്ചു വരുന്ന ഹാജിമാരിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാഹ്. അങ്ങനെയുള്ള ആശയത്തിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ നീ അടുപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ വഹ്ദാനിയത്തും നിന്റെ വുജൂദും തിരിച്ചറിയാൻ തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചവനെ, ഈമാനില്ലാത്ത മുഖം തരല്ലേ അല്ലാഹ്. പടച്ചവനെ, എന്തെല്ലാം ദീൻ പറഞ്ഞാലും മുഖത്ത് അന്ധകാരമാണ്. ആ അന്ധകാരത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം സലാമത്താക്കി തരണേ അല്ലാഹ്. സക്കറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഉസ്താദന്മാരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളോടൊരു സഹോദരൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. 18 വയസ്സുള്ള കുട്ടിയാണ് അബ്ദുർ റഊഫ്. ആ കുഞ്ഞിന്റെ ഹൃദയത്തിന് ദ്വാരമാണ്. അതുപോലെ അൻസിൽ എന്ന 1.5 വയസ്സുള്ള മോന് വേണ്ടി ദുആ ചെയ്യാൻ ഉപ്പ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചിറ്റാറ് ഹമീദണ്ണന് ക്യാൻസർ ആണെന്ന് ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ഉമ്മ കിണറ്റിൽ വീണ് നട്ടല്ലിന് ക്ഷതം പറ്റിയിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ, അതുപോലെ പ്രിയപ്പെട്ട ഉമ്മ, അവർക്കെല്ലാം നീ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം.
وصل على جميع الأنبياء والمرسلين. السلام عليكم ورحمة الله.